Hi dears, welcome to EdDream BCom online class. Today we are discussing BCOC 133 Business Law. Its first block General Law of Contract and second unit Offer and Acceptance. ബിസിനസ് ലോവിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് ഒരു കോൺട്രാക്റ്റ് എന്നും കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽസും ക്ലാസിഫിക്കേഷനും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഈ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനേഷൻ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ച ചില കാര്യങ്ങളുണ്ട്. കോൺട്രാക്റ്റ് ഈക്വൽ ടു എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി അറ്റ് ലോ ആണ്. കോടതിക്ക് മുന്നിൽ വില കിട്ടുന്ന എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ പ്രകാരം എഗ്രിമെൻറ്റ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ആണ്. എഗ്രിമെൻ്റ് എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ സെറ്റ് ഓഫ് പ്രോമിസസ് ഓർ പ്രോമിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ എന്താണ് ഒരു എഗ്രിമെൻ്റ് എന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എഗ്രിമെൻ്റ് ഈക്വൽ ടു എന്താണ്, ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ ആ ഓഫറും ആക്സെപ്റ്റൻസും എന്തൊക്കെയാണ് അതാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായി എന്താണ് ഓഫർ? ഓഫർ എന്നുള്ള ടേം നമ്മൾ ലോവിൽ ഉപയോഗിക്കുമ്പോൾ പ്രപ്പോസൽ എന്നുള്ള വേർഡുമായി സിമിലർ ആയിട്ട് അല്ലെങ്കിൽ സിനോണിം പോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓഫറും പ്രപ്പോസലും. ഓഫർ എന്ന് പറയുന്നത് ആരാണോ നൽകുന്നത് അവരെ നമ്മൾ ഓഫറർ എന്ന് പറയും. ആരാണോ ദ പേഴ്സൺ ഹു മേക്സ് ദ ഓഫർ നോൺ ആസ് ഓഫറർ ആൻഡ് ദ പേഴ്സൺ ടു ഹും ദ ഓഫർ ഈസ് ഗിവൺ നോൺ ആസ് ഓഫറി. ആർക്കാണോ ഓഫർ നൽകുന്നത് അവരെ നമ്മൾ ഓഫറി എന്നും പറയും. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് എന്ത് നോക്കണം, എന്താണ് ഓഫർ? നിയമത്തിൽ നമ്മൾ പറഞ്ഞു ഓരോ ടേമുകളെയും ഡിഫൈൻ ചെയ്യുന്നത് ഓരോ സെക്ഷനുകളിലാണ്. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ എയിലാണ് ഒരു പ്രപ്പോസൽ എന്താണ് അല്ലെങ്കിൽ ഒരു ഓഫർ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ, വെൻ one person signifies to another his willingness to do or to abstain from doing anything with a view to obtaining the assent of that other to such act or abstinence, he is called or said to make a proposal. അപ്പോൾ ഒരു പ്രപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും ആദ്യം എന്താ പറയുന്നത്, വെൻ വൺ പേഴ്സൺ, എപ്പോഴാണോ ഒരു വ്യക്തി സിഗ്നിഫൈസ് ടു അനദർ, വേറൊരു വ്യക്തിയോട് വ്യക്തമാക്കുന്നത്, എന്താണ് തുറന്നറിയിക്കുന്നത്, എന്താണ് ഹിസ് വില്ലിങ്നെസ്, അദ്ദേഹത്തിൻ്റെ സന്നദ്ധത അറിയിക്കുകയാണ് വേറൊരാളോട്. എന്തിനുള്ള സന്നദ്ധത? അയാളുടെ റെഡിനെസ് ആണ് അയാൾ പറയുന്നത്, ഞാൻ ഇത് ചെയ്യാൻ തയ്യാറാണ്. അല്ലെങ്കിൽ എന്താണ് അറിയിക്കുന്നത്, എന്താ, ടു ഡു or to abstain from doing anything. എന്തെങ്കിലും ഒരു കാര്യം ഒന്നുകിൽ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാമെന്നോ ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് പറയണം. അതായത് ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് അയാളുടെ വില്ലിങ്നെസ്, സമ്മതം അറിയിക്കുകയാണ്. എന്തിനുള്ള സമ്മതം? ഒന്നുകിൽ ഒരു കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാമെന്ന് അയാളുടെ സന്നദ്ധത രണ്ടാമതൊരു വ്യക്തിയോട് പറയാണ്. അപ്പൊ ഇത് പറയുന്നത് വെറുതെ ആണോ? അപ്പൊ ഞാനിത് ചെയ്യാം എന്ന് പറയുന്നത് വെറുതെ പറയല്ല. എന്തിനു വേണ്ടിയാണ്? വിത്ത് എ വ്യൂ ടു, അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഉള്ളിലൊരു വ്യൂ ഉണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ വ്യൂ? എന്താ പറയുന്നത്? വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെന്റ് ഓഫ് ദാറ്റ് അതർ. ആ രണ്ടാമത്തെ വ്യക്തിയുടെ സമ്മതം വേണം. ഇദ്ദേഹം ഒരു കാര്യം ചെയ്യാമെന്നോ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാമെന്നോ രണ്ടാമത്തെ വ്യക്തിയോട് പറയുന്നത് വെറുതെ പറയല്ല. ആ രണ്ടാമത്തെ വ്യക്തിയുടെ സമ്മതം ഇദ്ദേഹത്തിന് ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ് സമ്മതം? ടു സച്ച് ആക്ട് ഓർ അബ്സ്റ്റിനൻസ്. അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് രണ്ടാമത്തെ വ്യക്തിയുടെ സമ്മതം വേണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാമെന്ന് പറയുമ്പോൾ ആ പിന്മാറ്റത്തിന് രണ്ടാമത്തെ വ്യക്തിയുടെ സമ്മതം വേണം. അങ്ങനെ ഒരാൾ അയാളുടെ സന്നദ്ധത വേറൊരു വ്യക്തിയെ അറിയിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? ഹി ഈസ് സെഡ് ടു മേക്ക് എ പ്രപ്പോസൽ. അദ്ദേഹം ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്ക് പറയാം.
അപ്പോൾ ഒരു വ്യക്തി ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് 3 കാര്യങ്ങളാണ്. ആസ് പെർ ദ ഡെഫിനിഷൻ 3 എസെൻഷ്യൽ മാറ്റേഴ്സ് ആണ് വേണ്ടത്. ഏറ്റവും ആദ്യമായി വില്ലിങ്നെസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള സന്നദ്ധത അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാനുള്ള സന്നദ്ധത, അത് വേണം. ദെൻ രണ്ടാമതായി പറയുന്നത് എന്താ? മെയ്ഡ് ടു അനദർ പേഴ്സൺ. നമ്മൾ ഇതൊക്കെ ആരോടാ പറയുന്നത്? ഒരു കാര്യം ചെയ്യാമെന്നോ അല്ലെങ്കിൽ ചെയ്യുന്നതെന്ന് പിന്മാറാമെന്നോ വേറൊരു വ്യക്തിയോട് നമ്മളുടെ വില്ലിങ്നെസ് അറിയിക്കുകയാണ്. ദെൻ മൂന്നാമതായി പറയുന്നത് എന്താണ്? ഈ വില്ലിങ്നെസ് നമ്മൾ അവരെ അറിയിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ടു ഒബ്റ്റെയിൻ ദ അസെന്റ് ഓഫ് ദാറ്റ് അതർ പേഴ്സൺ. ആ രണ്ടാമത്തെ വ്യക്തിയുടെ സമ്മതം ലഭിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ വെറുതെ അവർ കേട്ടോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പറയല്ല. നമ്മൾ ഈ പറയുന്ന കാര്യത്തിന്, അതായത് ഒരു കാര്യം ചെയ്യാമെന്നോ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാമെന്നോ പറയുന്നതിന് ആ രണ്ടാമത്തെ വ്യക്തിയുടെ സമ്മതം വേണം. സമ്മതം ലഭിക്കാൻ വേണ്ടിയാവണം നമ്മൾ അറിയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു വ്യക്തി ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ആരാണോ ഈ പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നത്, ആരാണോ പ്രപ്പോസ് ചെയ്യുന്നത്, അവരെ നമ്മൾ ഓഫറർ എന്ന് പറയും, അല്ലെങ്കിൽ പ്രോമിസർ എന്ന് പറയും, അല്ലെങ്കിൽ പ്രപ്പോസർ. 3 ടേമിലും അറിയപ്പെടുന്നുണ്ട്. ഓഫറർ, ദ പേഴ്സൺ ഹൂ ഗിവ്സ് ദ ഓഫർ. പ്രപ്പോസർ, ഹൂ പ്രപ്പോസസ്. പ്രോമിസർ, ഹൂ പ്രോമിസസ് ടു ഡു ഓർ ടു അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്. ആ വ്യക്തി പ്രപ്പോസറാണ്, പ്രോമിസറാണ്, ഓഫറാണ്. ഇനി ഏത് വ്യക്തിക്കാണോ ഈ ഓഫർ ലഭിക്കുന്നത് അല്ലെങ്കിൽ ആരോടാണോ നമ്മൾ ഓഫർ അറിയിക്കുന്നത്, ദ പേഴ്സൺ ഹൂ റിസീവ്സ് ദ ഓഫർ ഈസ് നോൺ ആസ് ഓഫറി ഓർ പ്രോമിസി. And after accepting the offer or after giving consent to that offer, he became acceptor. അപ്പോൾ പ്രപ്പോസർ ഓഫറിക്ക് നൽകും. ഓഫറി അത് കേട്ട് കഴിഞ്ഞ് സമ്മതമാണെങ്കിൽ സമ്മതമാണ് എന്ന് പറയും, സമ്മതമല്ലെങ്കിൽ അല്ല എന്ന് പറയും. അപ്പോൾ ആ പ്രപ്പോസലിന് അല്ലെങ്കിൽ ആ പ്രോമിസിന് ഓഫറിക്ക് സമ്മതമാണ് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയാം. ഓഫറി സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഓഫറി ആരായി മാറി? ആക്സെപ്റ്ററായി മാറി, സ്വീകർത്താവായി മാറി. അപ്പോൾ പ്രപ്പോസർ പ്രപ്പോസ് ചെയ്യും, ഓഫറി അത് കേൾക്കും. സമ്മതമാണെങ്കിൽ ആക്സെപ്റ്റൻസിലൂടെ സമ്മതം അറിയിക്കും. സമ്മതം അറിയിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഓഫറി ആരായി മാറി? ആക്സെപ്റ്ററായി മാറി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട് 10 ലക്ഷം രൂപയ്ക്ക് ഒരാൾക്ക് വിൽക്കാം എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മൾ എ ബിയോട് പറയാണ്, എൻ്റെ വീട് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് നിനക്ക് തരാം, ഒരു ഓഫർ കൊടുക്കുന്നു. അപ്പോൾ ബി പറയാണ് എനിക്ക് സമ്മതമാണ്. അപ്പോൾ അവിടെ ഒരു കോൺട്രാക്റ്റ് നിലവിൽ വന്നു, ഒരു എഗ്രിമെൻ്റ് നിലവിൽ വന്നു. ഈ വീട് അങ്ങോട്ട് കൊടുക്കാമെന്ന് എ പറഞ്ഞു, 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു, ആ 10 ലക്ഷം കൊടുക്കാമെന്ന് ബിയും പറഞ്ഞു. അപ്പോൾ ഒരാൾ നൽകിയ ഓഫർ രണ്ടാമത്തെ വ്യക്തി സ്വീകരിച്ചു. അങ്ങനെ ഓഫർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓഫറി ആരായി മാറും? ആക്സെപ്റ്ററായി മാറും. ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ഈസ് ആൻ ഓഫർ മെയ്ഡ്. എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരാൾ അദ്ദേഹത്തിൻ്റെ വില്ലിങ്നെസ് വേറൊരാളോട് തുറന്ന് സമ്മതിക്കുകയാണ്, ഒരു കാര്യം ചെയ്യാമെന്നോ അല്ലെങ്കിൽ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാമെന്നോ. അപ്പോൾ ഇത് എങ്ങനെയെല്ലാം നമ്മൾക്ക് ഈ ഓഫർ ക്രിയേറ്റ് ചെയ്യാം? 2 രീതികളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. എക്സ്പ്രസ് ഓഫർ ആൻഡ് ഇംപ്ലൈഡ് ഓഫർ. Express offer means a person who creates an offer by clear words. Either it may be spoken or written. ഒന്നുകിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. വ്യക്തമായ വാക്കുകളാൽ ഒരു വ്യക്തി ഒരു ഓഫർ വേറൊരു വ്യക്തിയെ അറിയിക്കുന്നതിനെയാണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. ഒന്നുകിൽ നമ്മൾ ആ കാര്യങ്ങൾ കൃത്യമായി പറയും, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കി നൽകും. അങ്ങനെ വ്യക്തമായ വാക്കുകളിലൂടെ അറിയിക്കപ്പെടുന്ന ഓഫറാണ് എക്സ്പ്രസ് ഓഫർ. ദെൻ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുമ്പോൾ സെക്ഷൻ 9 പറയുന്നുണ്ട്, വ്യക്തമായ വാക്കുകളിലൂടെ അറിയിക്കാതെ നമ്മൾ നടത്തുന്ന ഓഫറുകളെല്ലാം ഇംപ്ലൈഡ് ഓഫറുകളാണ്.
അപ്പോൾ ഇംപ്ലോയിഡ് ഓഫർ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല, ഓഫർ നമ്മൾ കൃത്യമായി എഴുതി അറിയിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാവലിംഗ് സർവീസ് ഒക്കെ ഉണ്ട്, ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ പട്ടാമ്പി എന്നുള്ളൊരു ബോർഡ് വെച്ചൊരു ബസ് പോകുന്നുണ്ടെങ്കിൽ അവരതിൽ നമ്മൾ കയറുമ്പോൾ നമ്മളോട് വ്യക്തമായി അവർ പറയുന്നില്ല, നിങ്ങളെ ഞങ്ങൾ നിങ്ങൾ പറയുന്ന സ്റ്റോപ്പിൽ ഇറക്കിത്തരാം, അതിനു വേണ്ടിയാണ് ഞങ്ങൾ സർവീസ് നടത്തുന്നതെന്നും അവർ പറയില്ല. നമ്മൾ കയറുന്നു, ചാർജ് കൊടുക്കുന്നു, അത് കാണുമ്പോൾ നമ്മൾക്കറിയാം അത് ട്രാവലിങ്ങിന് വേണ്ടിയാണ്, നമ്മൾക്ക് യാത്ര ചെയ്യാൻ അത് ഉപയോഗിക്കാമെന്ന് നമ്മൾക്ക് അറിയാം, അണ്ടർസ്റ്റുഡ് ആണ്. അങ്ങനെയുള്ള ഓഫറുകൾ വ്യക്തമായ വാക്കുകളാൽ അറിയിക്കാത്ത തരം ഓഫറുകളാണ് ഇംപ്ലോയിഡ് ഓഫറിൽ വരുന്നത്. സെക്ഷൻ 9 പറയുന്നുണ്ട്, ഇൻ സോ ഫാർ ആസ് സച്ച് പ്രപ്പോസൽ ഓർ ആക്സെപ്റ്റൻസ് ഈസ് മെയ്ഡ് അതർവൈസ് ദാൻ ഇൻ വേർഡ്സ് ദ പ്രോമിസ് ഈസ് സെറ്റ് ടു ബി ഇംപ്ലോയിഡ്. അപ്പോൾ പ്രോമിസിനെ നമ്മൾ ഇംപ്ലോയിഡ് എന്ന് പറയണമെങ്കിൽ അവിടെ ഓഫർ നൽകുന്നതും അത് സ്വീകരിക്കപ്പെടുന്നതും എങ്ങനെയായിരിക്കില്ല, വ്യക്തമായി പറയുന്നതോ എഴുതിയതോ ആയ വാക്കുകളിലൂടെ ആയിരിക്കില്ല. അപ്പോൾ ഒന്നുകിൽ എക്സ്പ്രസ് ഓഫറിലൂടെ നമ്മൾക്ക് ഓഫർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇംപ്ലോയിഡ് ഓഫറിൽ ഓഫർ ക്രിയേറ്റ് ചെയ്യാം. ദെൻ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് ടു ഹൂം ആൻ ഓഫർ മെയ്ഡ്. ആർക്കാണ് അല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ഓഫർ ക്രിയേറ്റ് ചെയ്യുന്നത്? ഓരോ ഓഫറുകൾ നൽകുമ്പോൾ അതിനൊരു ടാർഗറ്റഡ് പേഴ്സൺ ഉണ്ടായിരിക്കും. ഓഫറി എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. ആരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഓഫർ നൽകുന്നത്? രണ്ട് രീതിയിലാണ് വരുന്നത്, സ്പെസിഫിക് ഓഫറും ജനറൽ ഓഫറും. സ്പെസിഫിക് ഓഫർ മീൻസ് ആൻ ഓഫർ വിച്ച് ഈസ് ക്രിയേറ്റഡ് ഫോർ സം ടാർഗറ്റഡ് ഗ്രൂപ്പ്. ഒന്നുകിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, അവർക്ക് വേണ്ടി വ്യക്തമായി ഐഡന്റിറ്റി ഉള്ള ഓഫറീസിന് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന ഓഫറുകളാണ് സ്പെസിഫിക് ഓഫർ. അത് ആര് സ്വീകരിക്കണം എന്നുള്ളത് ഓഫർ നൽകുന്ന ആൾക്കറിയാം, അവർക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൃത്യമായി നമ്മൾക്ക് ഓഫറി ആരാണ് എന്ന് നിർവചിക്കപ്പെട്ടിട്ടുള്ള ഓഫറുകളാണ് സ്പെസിഫിക് ഓഫർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ട്യൂഷൻ സെൻറ്റർ നടത്തുകയാണ്, അവിടെ നമ്മളൊരു ഓഫർ വെക്കുകയാണ്, ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് 50% ഫീസ് ഇളവ്. അങ്ങനെ ഒരു ഓഫർ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ആർക്കാണ് ആ ഓഫർ എക്സൈസ് ചെയ്യാമെന്ന് നമ്മൾക്കും അറിയാം, കേൾക്കുന്ന ആൾക്കാർക്കും അറിയാം. ഫുൾ A+ കിട്ടിയവർക്ക് മാത്രമേ ആ ഓഫർ എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ. അത്തരത്തിൽ ഓഫറിയെ, അതായത് അതൊരു വ്യക്തിയാവാം, ഒരു കൂട്ടം വ്യക്തികളാവാം, അവരെ നമ്മൾ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഓഫറുകളാണ് സ്പെസിഫിക് ഓഫർ. ദേ ആർ ഇൻറ്റൻഡിങ് ഫോർ സംവൺ, ആർക്കെങ്കിലും വേണ്ടിയാണ് നമ്മൾ അത് രൂപീകരിക്കുന്നത്. ദെൻ ജനറൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അതൊരു ഓപ്പൺ ടു ആൾ എന്ന് പറയുന്ന പോലെയുള്ള സ്കീമാണ്, ഒരു ഓപ്പൺ ഓഫറാണ്. അതിനെക്കുറിച്ച് അറിയുന്ന ദ പേഴ്സൺ ഹൂ നോസ് അബൌട്ട് ദിസ് ഓഫർ ക്യാൻ എക്സൈസ് ദ ഓഫർ. ഈ ഓഫറിനെ കുറിച്ച് അറിയുന്ന ഏതൊരു വ്യക്തിക്കും അത് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഓഫറാണ് ജനറൽ ഓഫർ, മൊത്തത്തിലുള്ളൊരു ഓഫർ അല്ലെങ്കിൽ പൊതുവായ ഓഫർ. ഇപ്പം നമ്മൾ തുണിക്കടകളിലൊക്കെ കാണാറുണ്ട്, ഓണോ പെരുന്നാളോ അങ്ങനെയുള്ള ഫെസ്റ്റിവൽ സീസണുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ തുണിക്കടകളുടെ മുന്നിൽ വയ്ക്കും 50% വിലക്കുറവ്. അതൊരു ഓഫറാണ്. ആ കടയിലുള്ള പ്രോഡക്ട്സ് 50% പകുതി വിലയ്ക്ക് നമ്മൾക്ക് ലഭിക്കും. അത് ആർക്കും ലഭിക്കും. ആ പരസ്യം കണ്ട് ആ കടയിലേക്ക് ചെല്ലുന്ന ഏതൊരു വ്യക്തിക്കും ആ ഓഫർ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് മാത്രമല്ല നമ്മൾ ഈ ഓഫർ നൽകുന്നത്. അപ്പോൾ ജനറൽ ഓഫറിലൂടെയും നമ്മൾക്ക് ഓഫറീസിന് ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഓഫർ നൽകാം. സ്പെസിഫിക് ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലും ഓഫർ നൽകാം. അപ്പോൾ എക്സ്പ്രസ് ഓഫർ ഉണ്ട്, ഇംപ്ലോയിഡ് ഓഫർ ഉണ്ട്. ഓഫറീസിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ സ്പെസിഫിക് ഓഫർ ഉണ്ട്, ജനറൽ ഓഫർ ഉണ്ട്. Legal rules for a valid offer. As per Contract Act, an offer must possess certain essential elements to become a valid offer. കോടതിക്ക് മുന്നിൽ വാല്യൂ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വാലിഡ് ഓഫറായി മാറണമെങ്കിൽ ഒരു ഓഫറിന് നിർബന്ധമായും ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഓഫറിന് ആ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണമെന്ന് നമ്മുടെ കോൺട്രാക്റ്റ് ആക്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതിലെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ദ ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ്. നമ്മൾ എല്ലായ്പ്പോഴും ഒരു വ്യക്തി ഒരു ഓഫർ നൽകുകയും
ആ ഓഫർ അത് സ്വീകരിക്കുകയും ചെയ്യുന്നത് ഒരു ലീഗൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. അതല്ലാതെ വെറും സോഷ്യൽ ഇൻവിറ്റേഷൻസോ അല്ലെങ്കിൽ സോഷ്യൽ ഓഫേഴ്സോ ഒന്നും വാലിഡ് ഓഫറായി മാറില്ല, നിയമത്തിന് മുന്നിൽ വാല്യൂ ഉള്ള ഓഫറായി മാറുകയില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മൾ അവരെ വിളിക്കുകയാണ്, നിങ്ങൾ അവരോട് വരാൻ പറഞ്ഞ് വിളിക്കുന്നു, അതേപോലെ അവർക്ക് എന്തെങ്കിലും ഫീസ്റ്റൊക്കെ ഓഫർ ചെയ്യുന്നു. അതൊക്കെ ജസ്റ്റ് സോഷ്യൽ ഇൻവിറ്റേഷൻസ് ആണ്. അതൊന്നും നിയമത്തിന് മുന്നിൽ വാലിഡ് ആയ ഒരു ഓഫർ അല്ല. നിയമത്തിന് മുന്നിൽ വാലിഡിറ്റി കിട്ടണമെങ്കിൽ വ്യക്തമായ ടേമുകളിലൂടെ രണ്ടു പേർക്കുമിടയിൽ ഒരു ലീഗലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓഫർ ആയിരിക്കണം. ഇപ്പോൾ ഡെപ്റ്റർ ക്രെഡിറ്റർ, അല്ലെങ്കിൽ ബയർ സെല്ലർ, ലാൻഡ് ലോഡ് ആൻഡ് ടെനൻറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ലീഗലി ഡിഫൈൻഡ് റിലേഷൻ ഈ ഓഫറർക്കും ഓഫറിക്കും ഇടയിൽ രൂപീകരിക്കപ്പെട്ടാൽ മാത്രമേ നമ്മൾക്ക് അതിനെ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ, ഒരു വാലിഡായ ഓഫർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മിസ്റ്റർ ബാൽഫറിൻ്റെ ഒരു കേസ് കൺസിഡർ ചെയ്താണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാസം ഇത്ര രൂപ നൽകാം എന്നൊക്കെ പറഞ്ഞ് ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു, ലണ്ടനിലേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നില്ല എങ്കിൽ. പക്ഷേ അത് പിന്നീട് കേസാവുകയും കോടതി പറഞ്ഞത് അത് അവർക്കിടയിലുള്ള ഒരു ഡൊമസ്റ്റിക് അറേഞ്ച്മെൻ്റ് ആണ്. അതിനെ ഒരിക്കലും നമ്മൾക്ക് എന്തായി കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ലീഗൽ വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റോ ഓഫറോ ആയി കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി തെളിയിച്ചതാണ്. ദെൻ രണ്ടാമതായി പറയുന്നത്, ടേംസ് ഓഫ് ഓഫർ മസ്റ്റ് ബി ഡെഫിനിറ്റ്, സെർട്ടൈൻ ആൻഡ് നോട്ട് വാഗ്. നമ്മൾ ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലെ നിബന്ധനകൾ അല്ലെങ്കിൽ അതിൻ്റെ ടേംസ്, ആ ഓഫറിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിരിക്കണം. എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായ വാക്കുകളിൽ ക്ലിയറായി പറഞ്ഞിട്ടുണ്ടാവണം. അതല്ലാതെ ഒരു ആശയ വൈവിധ്യമുള്ള അല്ലെങ്കിൽ വ്യക്തതയില്ലാത്ത ഓഫറുകളൊന്നും ലീഗൽ ഓഫർ ആവില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ എന്ന് പറയുന്ന ഒരു ഡീലർ ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് പറയാണ്, നിങ്ങൾക്ക് ഞാൻ 100 ക്വിൻ്റൽ ഓയിൽ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ബി അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ നമുക്കൊരിക്കലും കേസിന് പോകാൻ പറ്റില്ല. കാരണം ഏത് ഓയിലാണ് നൽകുന്നത് എന്ന് പറഞ്ഞിട്ടില്ല, എത്ര രൂപയ്ക്ക് നൽകാം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് കോടതിക്ക് മുന്നിൽ വില കിട്ടണമെങ്കിൽ എഗ്രിമെൻറ്റിൻ്റെ ടേംസ് വ്യക്തമായിരിക്കണം. അതേപോലെ ഇപ്പോൾ ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് പറയാണ്, എൻ്റെ കാറ് ആവശ്യമായ റിപ്പയറുകൾ ചെയ്തതിന് ശേഷം നീ 50,000 രൂപയ്ക്ക് വാങ്ങിച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ ആ ആവശ്യമായ റിപ്പയറുകൾ എന്നുള്ള ടേമിൽ ക്ലാരിറ്റി ഇല്ല. എത്ര രൂപയുടെ റിപ്പയർ ആണ് എന്ന് പറയുന്നില്ല, ഏകദേശം എത്ര രൂപ അതിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അൺക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വാഗ് ആയിട്ടുള്ള ആശയവ്യക്തത ഇല്ലാത്ത ഓഫറുകളൊന്നും ലീഗലി വാലിഡ് ഓഫറായി മാറാറില്ല. ദെൻ മൂന്നാമതായി പറയുന്നത്, ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം എ മിയർ ഡിക്ലറേഷൻ ഓഫ് ഇൻറ്റൻഷൻ ഓഫ് ഓഫർ. ഇപ്പം നമ്മൾ ഓഫർ എന്ന് പറയുന്നത് ഏതിൽ നിന്ന് വ്യത്യസ്തമാണ്? നമ്മൾക്കൊരു ഇൻറ്റൻഷൻ ഉണ്ട്, ഒരു ഓഫർ മറ്റുള്ളവർക്ക് നൽകാനുള്ള ഇൻറ്റൻഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നതും ഓഫറും രണ്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പേപ്പറിൽ ഒരു പരസ്യം കൊടുക്കുകയാണ്, അടുത്ത തിങ്കളാഴ്ച എൻ്റെ ഒരു പ്രോപ്പർട്ടി, ഇപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ അത് എന്തോ ഒരു പ്രോപ്പർട്ടി ഞാൻ ലേലം ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. നമ്മളൊരു പരസ്യം കൊടുത്തു, അടുത്ത തിങ്കളാഴ്ച എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ പങ്കെടുക്കാനുള്ള ഒരു പരസ്യം മാത്രമാണത്, ഇൻറ്റൻഷൻ ഫോർ ആൻ ഓപ്ഷൻ സെയിൽ. അത് ആ പരസ്യം കണ്ട് വിശ്വസിച്ച് ഒരു വ്യക്തി തിങ്കളാഴ്ച ആ ലേല സ്ഥലത്ത് എത്തി. പക്ഷേ നമ്മൾക്കുണ്ടായ എന്തെങ്കിലും അസൗകര്യം മൂലം നമ്മൾ ആ ലേലം മാറ്റി വെച്ചു എന്ന് വിചാരിക്കാം. ആ വ്യക്തിക്ക് നമ്മൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഇത്രയും രൂപ ചിലവാക്കി അത്ര ദൂരത്ത് നിന്ന് വന്നു, പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ലേലമില്ല എന്നറിയുന്നത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ലേലം നടത്താൻ ഉദ്ദേശിച്ച വ്യക്തിയും ഈ വന്ന വ്യക്തിയും തമ്മിൽ യാതൊരു ഇടപാടുകളും നടന്നിട്ടില്ല, ലീഗലി ബൈൻഡിങ് എഗ്രിമെൻസും ഇല്ല. അപ്പോൾ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഓഫർ നൽകാനുള്ള സന്നദ്ധത നമ്മൾ പരസ്യങ്ങളിലൂടെയൊക്കെ അറിയിക്കുന്നത് എന്തല്ല, ഓഫർ അല്ല. അതും ഓഫറും രണ്ടാണ്.
ദെൻ അടുത്തതും ഏകദേശം അതേപോലെയുള്ള ഒരു കണ്ടീഷനാണ്. ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ഇൻവിറ്റേഷൻ ടു ഓഫർ. മൂന്നാമത്തേതിൽ നമ്മൾ പറഞ്ഞത് ഇന്റൻഷൻ ടു ഓഫർ ആണ്. നാലാമത്തേതിൽ ഇൻവിറ്റേഷൻ ടു ഓഫർ. ചില പ്രോഡക്ട്സ് ഒക്കെ സെല്ലേഴ്സ് ഇങ്ങനെ അതിൻ്റെ പ്രൈസ് ഒക്കെ അതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടാഗ് ഒക്കെ വെക്കും പ്രോഡക്റ്റിൽ, ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോഡക്റ്റിൽ. അപ്പോൾ ആ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ടാഗിൽ. പക്ഷേ ആ ടാഗിൽ പറഞ്ഞ അതേ വിലയ്ക്ക് അല്ലെങ്കിൽ അത് പ്രകാരം നമ്മൾക്ക് ഡിമാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. അത് നിങ്ങൾ എനിക്ക് വിൽക്കണം, നിങ്ങളിത് ഡിസ്പ്ലേയിൽ വെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരിക്കലും അവിടെയുള്ള കടയുടമയോട് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹം അതൊരു ഇൻവിറ്റേഷൻ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങാം എന്ന് പറയുന്ന പോലെയുള്ളൊരു ജസ്റ്റ് ഒരു ഇൻവിറ്റേഷൻ പോലെ വെച്ചതാണത്. അതല്ലാതെ അയാൾ നിങ്ങൾ കടയിലേക്ക് വരുമ്പോൾ ഞാൻ ഇത് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാമെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ആൻ ഓഫർ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾക്ക് ഡീറ്റെയിൽസ് നൽകാൻ വേണ്ടി മാത്രം വയ്ക്കുന്നതാണ്. അതല്ലാതെ നമ്മൾക്കുള്ള ഒരു ഓഫർ ലെറ്റർ അല്ലാതെ കടയിലെ സെല്ലറും നമ്മളും തമ്മിൽ വ്യക്തമായ ടേംസിൽ സംസാരിച്ചുണ്ടാക്കിയാൽ മാത്രമേ അവിടെ എന്തുണ്ടാകുന്നുള്ളൂ, ഒരു ഓഫർ രൂപീകരിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ 4 എസെൻഷ്യലാണ് പറഞ്ഞത്. 1 ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, 2 ഡെഫിനിറ്റ് ടേംസ് ആയിരിക്കണം, 3 ഇൻറ്റൻഷനും ഓഫറും രണ്ടും 2ആണ്, 4 ഇൻവിറ്റേഷൻ ടു ഓഫറും ഡിഫറെൻ്റ് ആണ്. സോ 4 ലീഗൽ റൂൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി 5ാമത്തെ ലീഗൽ റൂളാണ് ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. നമ്മൾ ഒരു ഓഫറർ ഓഫറിക്ക് നൽകുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓഫറർ ഓഫറിയോട് ഈ ഓഫറിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓഫർ നിലവിൽ വരുന്നുള്ളൂ. ഇതിൽ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പെറ്റ് ഡോഗിനെ കാണാതായ സമയത്ത് കുറേ പേര് അതിനെ തിരയാൻ പോയി. അതിൽ ഇദ്ദേഹം കുറച്ച് സമയം കഴിഞ്ഞ്, അതിനെ കാണാതായി കുറച്ച് സമയം കഴിഞ്ഞ് പറയുന്നുണ്ട്, ആ ഡോഗിനെ ആരാണോ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത് അവർക്ക് ഞാനൊരു റിവാർഡ് നൽകും. അപ്പോൾ ആ ആദ്യം പോയ ആളുകളൊന്നും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, അവരോട് ഈ ഓഫർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ആദ്യം പോയ ആളുകളിൽ ഒരാളാണ് പെറ്റ് ഡോഗിനെ കൊണ്ടുവന്നത് എങ്കിൽ അദ്ദേഹത്തിന് റിവാർഡ് ക്ലെയിം ചെയ്യാനുള്ള അവകാശമില്ല. ആദ്യത്തെ വ്യക്തി അദ്ദേഹത്തിൻ്റെ സന്മനസ്സുകൊണ്ട് റിവാർഡ് നൽകുകയാണെങ്കിൽ വാങ്ങിക്കാമെന്നല്ലാതെ കോടതിക്ക് മുന്നിൽ പോയി റിവാർഡിന് വേണ്ടി കേസ് കൊടുക്കാൻ കഴിയില്ല. കാരണം ഓഫറർ ഒരിക്കലും ഈ ആദ്യത്തെ വ്യക്തിയെ അറിയിച്ചിട്ടില്ല, ഇങ്ങനൊരു ഓഫർ ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടില്ല. അപ്പോൾ ഓഫർ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് ഓഫറായി നിലവിൽ വരുന്നുള്ളൂ. ഓരോ പോയിന്റുകളിലും കുറേ എക്സാമ്പിളുകൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ്, നമ്മൾ 4ാമത്തെ പോയിന്റിൽ പറഞ്ഞില്ലേ, ഇൻവിറ്റേഷൻ ടു ഓഫർ, അതിൽ പ്രൈസ് ടാഗിൻ്റെ കാര്യം, ഇതിലൊരു ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റിയുടെ കേസിൻ്റെ കാര്യമൊക്കെ റെഫർ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ കേസുകളിൽ എങ്ങനെയാണ് വിധി വന്നത് അതിനെ ആസ്പദമാക്കിയാണ് നമ്മളിങ്ങനെ ഓരോ പോയിന്റുകൾ പറയുന്നത്. അപ്പോൾ നിങ്ങളത് കൃത്യമായി വായിച്ചു നോക്കുക, വായിച്ച് മനസ്സിലാക്കുക. ജസ്റ്റ് നമ്മൾ പറയുന്ന കാര്യം ആ കേസിൽ എങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ ആ കേസിൽ എങ്ങനെയാണ് വിധി വന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി ചില നിയമങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ഡോഗിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, കൃത്യമായി വിവരം അറിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്തിനുള്ള അവകാശമുള്ളൂ, ക്ലെയിം ചെയ്യാൻ, റിവാർഡ് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുള്ളൂ. അതേപോലെ ഇതിൽ പറയുന്നുണ്ട്, എ എന്ന് പറയുന്ന ആൾ, എ റൈറ്റ്സ് എ ലെറ്റർ ടു ബി. ബോംബെയിലുള്ള ബിക്ക് ഒരു കത്ത് അയക്കുന്നുണ്ട്, എൻ്റെ വീട് വിൽക്കാം, നിനക്ക് വിൽക്കാം എന്ന് പറഞ്ഞിട്ട് ബിക്ക് ഒരു ലെറ്റർ അയച്ചു. പക്ഷേ ബിക്ക് ആ ലെറ്റർ കിട്ടിയില്ല. എന്നിട്ട് അത് വേറൊരാൾക്ക്, പി എന്ന് പറയുന്ന ഒരാൾക്കാണ് കിട്ടിയത്. എന്നിട്ട് ബിയോട് പറഞ്ഞു, ഇങ്ങനൊരു ലെറ്റർ നിനക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതിലിങ്ങനെ വീട് വിൽക്കാമെന്നാണ് എ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ആ പി എന്ന് പറയുന്ന കോമൺ ഫ്രണ്ട് ബിയോട് അറിയിച്ചു. അപ്പോൾ ബി എക്ക് ഒരു കത്ത് അയക്കുകയാണ്, ഞാൻ വാങ്ങിക്കാം. പക്ഷേ അവിടെ കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പറ്റില്ല. കാരണം ലെറ്റർ ഓഫ് ഓഫർ യഥാർത്ഥത്തിൽ ആർക്ക് കിട്ടിയിട്ടില്ല, ബിക്ക് കിട്ടിയിട്ടില്ല. കാര്യം എല്ലാവർക്കും എല്ലാം മനസ്സിലായി എങ്കിലും നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കോടതിക്ക് മുന്നിൽ നമ്മൾക്ക് ഓഫറിനാണെങ്കിലും
കോൺട്രാക്റ്റിനാണെങ്കിലും വാലിഡിറ്റി ലഭിക്കുകയുള്ളൂ. ദെൻ ആറാമതായി പറയുന്നത് ദ ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം ദ നോൺ കംപ്ലയൻസ് ഓഫ് വിച്ച് കോസസ് ആക്സെപ്റ്റൻസ്. ഇപ്പൊ നമ്മൾ ഒരു ഓഫർ നൽകുമ്പോൾ അതിലൊരു ടേം വെക്കുകയാണ്. ഈ ടേം നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ, നമ്മൾ പറയുന്ന ആ ഒരു കണ്ടീഷൻ നിങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ അത് ആക്സെപ്റ്റൻസ് ആയി കണക്കാക്കപ്പെടും എന്നുള്ളൊരു ക്ലോസ് ഒരിക്കലും വെക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ എ എന്ന് പറയുന്ന ഒരാൾ ബിക്ക് ഒരു കത്ത് അയക്കുകയാണ്, അടുത്ത ബുധനാഴ്ച വരെ നിങ്ങൾ, അതായത് ഞാൻ എൻ്റെ സ്കൂട്ടർ നിങ്ങൾക്ക് തരാം, അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ അതിൻ്റെ സമ്മതം പറയണം. അടുത്ത ബുധനാഴ്ച വരെ നിങ്ങൾ സമ്മതം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മതമാണ് എന്ന് ഞാൻ വിശ്വസിക്കും എന്നൊരു കരാറ് അല്ലെങ്കിൽ ഒരു ടേം ഒരിക്കലും ഒരു ഓഫറിൽ വെക്കാൻ പാടില്ല. അങ്ങനെയുള്ള ടേംസ് ഉള്ള ഓഫറാണെങ്കിൽ അതിന് വാലിഡ് ഓഫറായി കണക്കാക്കുകയില്ല. ദെൻ അടുത്തതായി പറയുന്നത് സ്പെഷ്യൽ ടേംസ് ഓർ കണ്ടീഷൻസ് ഇൻ ആൻ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഏതെങ്കിലും ഒരു ഓഫറിൽ എന്തെങ്കിലും ചില പ്രത്യേക ടേമുകൾ നമ്മൾ വയ്ക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായി ഓഫറിയെ അറിയിച്ചിരിക്കണം. അത് എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതായത് ചിലപ്പോൾ നമ്മളുടെ സർവീസിൻ്റെ ദ ക്വസ്റ്റ്യൻ ഓഫ് സ്പെഷ്യൽ ടേം അറൈസസ് ജനറലി ഇൻ കേസ് ഓഫ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കോൺട്രാക്ട്. അതായത് കോൺട്രാക്റ്റിൻ്റെ നാച്ചുറിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന ചില കേസുകളായിരിക്കും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ടിക്കറ്റുകൾ കിട്ടും. അപ്പോൾ ആ ടിക്കറ്റിൽ എത്ര രൂപയാണ് ചാർജ്, എവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടത്, ആ ടിക്കറ്റിൽ നമ്മൾക്ക് കവർ ചെയ്യപ്പെടുന്ന റിസ്കുകൾ എന്തൊക്കെയാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കണ്ടീഷൻസ് ടിക്കറ്റിൻ്റെ ബാക്കിലാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ടിക്കറ്റിൻ്റെ ഫ്രണ്ട് സൈഡിൽ PTO, അതായത് പ്ലീസ് ടേൺ ഓവർ എന്നോ അല്ലെങ്കിൽ സീ ബാക്ക് ഫോർ കണ്ടീഷൻസ് എന്നോ ഒക്കെ വ്യക്തമായി എഴുതിയിരിക്കണം. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ ഓഫറി അത് തിരിച്ച് ബാക്ക് സൈഡ് വായിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് വരുന്ന നഷ്ടങ്ങൾ നമ്മളുടെ കമ്പനി കൊടുക്കേണ്ടി വരും. ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ഹെൻഡേഴ്സൺ വേഴ്സസ് സ്റ്റീവൻസൺ എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരാൾ എന്ത് ചെയ്തു, ഒരു സ്റ്റീമർ ടിക്കറ്റ് എടുത്തു ഡബ്ലിൻ. അതിൻ്റെ മുന്നിലുള്ളതെല്ലാം അയാൾ വായിച്ചു നോക്കി. ബാക്കിലുണ്ടായിരുന്നു കുറച്ച് കണ്ടീഷൻസ്, അതായത് ഇദ്ദേഹത്തിൻ്റെ ലഗേജ് നഷ്ടപ്പെടുകയാണെങ്കിൽ കമ്പനിക്ക് ബാധ്യതയില്ല എന്നൊക്കെ ടിക്കറ്റിൻ്റെ ബാക്കിൽ എഴുതിയിരുന്നു. പക്ഷെ ബാക്കിൽ കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ യാതൊരു ഇൻഡിക്കേഷനും ഫ്രണ്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തില്ല, ആ ടിക്കറ്റ് മറച്ചു നോക്കി ബാക്ക് സൈഡ് വായിച്ചിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ഇത് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ലഗേജ് യാത്രയിൽ നഷ്ടപ്പെട്ടു. അദ്ദേഹം അത് വ്യക്തമായി കോടതിയിൽ പറഞ്ഞു. അപ്പോൾ കോടതി കമ്പനിയോട് അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ നിർദ്ദേശിച്ചു. കാരണം ടിക്കറ്റിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള സൂചനകൾ ടിക്കറ്റിൻ്റെ ഫേസിൽ നൽകണം. ടേൺ ബാക്ക് എന്നോ അല്ലെങ്കിൽ സീ ബാക്ക് ഫോർ ഇൻസ്ട്രക്ഷൻസ് എന്നോ വ്യക്തമായി നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ സ്പെഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ ഓഫറിൽ കഴിയുകയില്ല. പിന്നെ അതേപോലെ വേറൊന്ന് പറയുന്നത്, സ്പെഷ്യൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഓഫറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അവർക്ക് ചിലപ്പോൾ അവർ ഇല്ലിറ്ററേറ്റ് ആയിരിക്കും, അവർക്ക് വായിക്കാനൊന്നും അറിയുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് എങ്ങനെയാണോ അത് മനസ്സിലാകുന്നത് ആ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ആ രീതിയിൽ നമ്മൾ അവരെ അറിയിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടിക്കറ്റിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ ലഗേജ് ഇത്ര രൂപ വരെ, 10 പൗണ്ട് വരെയുള്ള നഷ്ടങ്ങൾ ഞങ്ങൾ പരിഹരിക്കും എന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്, സീ ബാക്ക് എന്നുള്ള ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാം കമ്പനി കറക്റ്റായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്ത്രീയുടെ ബാഗ് പോയി, അതിന് 24 പൗണ്ടായിരുന്നു വില. അപ്പോൾ ആ സ്ത്രീ 24 പൗണ്ട് എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തു. അവർക്ക് കോടതി പറഞ്ഞത് മാക്സിമം 10 പൗണ്ട് വരെ നൽകിയാൽ മതി. കാരണം കമ്പനി അവരുടെ ടിക്കറ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 10 പൗണ്ട് വരെ മാത്രമേ നഷ്ടപരിഹാരം നൽകുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വ്യക്തമായി നമ്മൾ ഓഫറിയോട് അറിയിച്ചിരിക്കണം. അതേപോലെ തന്നെ ഒരു കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കണ്ടീഷൻസും ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അവരോട് പറയണം. ഇപ്പോൾ ഒരു കപ്പിൾസ് ഒരു ഹോട്ടലിൽ റൂം എടുത്തു,
അപ്പോൾ അവിടെയുള്ള ലഗേജിനൊക്കെ ഷുവർട്ടി ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഇവർ റൂം എടുത്തത്. അവർ ആ റൂം എടുത്തു, അഡ്വാൻസ് കൊടുത്തു, രജിസ്റ്ററിൽ സൈൻ ചെയ്തു, റൂമിലെത്തി. അപ്പോൾ റൂമിലെത്തിയതിന് ശേഷമാണ് റൂമിൽ ഒരു നോട്ടീസ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ലഗേജസിന് ഞങ്ങൾ സേഫ്റ്റി നൽകുന്നില്ല. പക്ഷെ അത് ഇവരോട് ആദ്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർക്ക് അവിടുന്ന് ലഗേജ് നഷ്ടപ്പെട്ടാൽ നമ്മളുടെ ഹോട്ടൽ ഉടമ അവർക്ക് തിരിച്ചു നൽകണം. അതല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവരോട് വ്യക്തമായി വിശദമാക്കിയിരിക്കണം. പിന്നെ ഈ സ്പെഷ്യൽ ടേംസിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ സ്പെഷ്യൽ ടേംസ് എല്ലായ്പ്പോഴും എന്തായിരിക്കണം? റീസണബിൾ ആയിരിക്കണം, ന്യായീകരിക്കപ്പെടുന്ന തരത്തിലുള്ളതായിരിക്കണം. ഒരു ഓഫറിയെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒന്നും ഉള്ള തരത്തിലുള്ള കണ്ടീഷൻസ് ഒന്നും നമ്മൾ ഓഫറിൽ വെക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയുമാണ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ. 7 റൂൾസ് ആണ് ഉള്ളത്. ഓഫറിൽ നമ്മൾക്കിനി പഠിക്കാനുള്ള 2 ടേമുകളാണ് ക്രോസ് ഓഫർ ആൻഡ് സ്റ്റാൻഡിങ് ഓഫർ. ക്രോസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ 2 parties makes similar offers between them at a time or during same time, it is known as cross offer without the knowledge of each other. 2 വ്യക്തികൾ അവർ സെയിം ടൈം, ഒരേ സമയം, സെയിം മാറ്റർ, ഒരേ കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ ചെയ്യുന്നു. പക്ഷേ ഇയാൾ അങ്ങോട്ട് ഓഫർ ചെയ്യുന്ന രണ്ടാമത്തെ ആൾക്കും അറിയില്ല, രണ്ടാമത്തെ ആൾ ഇങ്ങോട്ട് ഓഫർ ചെയ്യുമെന്ന് ആദ്യത്തെ ആൾക്കും അറിയില്ല. അങ്ങനെയുള്ള ഒരു കേസിൽ ഒരേ സമയം 2 ഓഫറുകൾ പരസ്പരം 2 വ്യക്തികൾ നൽകുകയാണെങ്കിൽ അതാണ് ക്രോസ് ഓഫർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൻ്റെ ബോംബെയിലുള്ള വീട് ബിക്ക് 5 ലക്ഷം രൂപയ്ക്ക് നൽകാം എന്ന് പറഞ്ഞൊരു ഓഫർ ലെറ്റർ അങ്ങോട്ട് അയക്കുന്നു. ഇപ്പോൾ ജനുവരി 10-ാം തീയതിയാണ് അയച്ചത് എന്ന് വിചാരിക്കാം. ജനുവരി 10-ാം തീയതി ഇദ്ദേഹം പോസ്റ്റ് ചെയ്തു, 11-നോ 12-നോ ഒക്കെ അത് ബിക്ക് ലഭിക്കും. എന്നാൽ ജനുവരി 11-ാം തീയതി എക്ക് ഒരു കത്ത് ഇങ്ങോട്ട് കിട്ടുകയാണ്. ആരയച്ചത്? ബി അയച്ചത്. ബി ഇങ്ങോട്ട് അയച്ച കത്ത് കിട്ടുന്നു. അതിൽ പറയുന്നത് നിങ്ങളുടെ ബോംബെയിലുള്ള ഫ്ലാറ്റ് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങാമെന്നാണ്. അപ്പോൾ എ 5 ലക്ഷത്തിന് ഫ്ലാറ്റ് നൽകാമെന്ന് പറഞ്ഞത് ബി അറിഞ്ഞിട്ടില്ല. ബിയുടെ കയ്യിൽ ആ ലെറ്റർ കിട്ടുമ്പോഴേ ബി അറിയുന്നുള്ളൂ. ബി 10 ലക്ഷത്തിന് ഫ്ലാറ്റ് ചോദിക്കുമെന്ന് എക്ക് പറയില്ല. പക്ഷെ ഇവിടെ നിലവിൽ 2 പേരും തമ്മിൽ ഒരു കോൺട്രാക്റ്റും ഇല്ല. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ കൊടുത്ത് നിൽക്കുന്ന പ്രപ്പോസേഴ്സാണ്, ഓഫറേഴ്സാണ്. എപ്പോഴാണോ ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോഴേ അവിടെ ഒരു കോൺട്രാക്റ്റ് നിലവിൽ വരികയുള്ളൂ. ഇപ്പോൾ ബിക്ക് ഈ കത്ത് കിട്ടി, അപ്പോൾ ബി എയോട് ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് അയച്ചു കൊടുക്കണം. എനിക്ക് സമ്മതമാണ് എന്ന് പറയുന്ന ലെറ്റർ അയച്ചു കൊടുക്കണം. നിങ്ങളുടെ ഫ്ലാറ്റ് 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ എനിക്ക് സമ്മതമാണ് എന്ന് ബി ഒന്നുകിൽ എയെ അറിയിക്കണം. അതല്ലെങ്കിൽ രണ്ടാമത് എന്തായിരുന്നു? ബി എയോടാണ് ചോദിക്കുന്നത് 10 ലക്ഷത്തിന് എനിക്ക് ആ ഫ്ലാറ്റ് തരുമോ? അപ്പോൾ എ പറയാണ് 10 ലക്ഷത്തിന് ഞാൻ ആ ഫ്ലാറ്റ് തരാം എന്ന് പറഞ്ഞ് എ സമ്മതിക്കുകയാണെങ്കിൽ ആ രണ്ടാമത്തെ ഓഫർ കോൺട്രാക്റ്റായി മാറും. അപ്പം നിലവിൽ 2 ഓഫറുകളുണ്ട്. അതിലേതെങ്കിലും ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടാൽ അവിടെ ഒരു കോൺട്രാക്റ്റ് നിലവിൽ വരും. അതല്ലെങ്കിൽ 2 ഓഫറുകളായി നിലനിൽക്കും. അതാണ് ക്രോസ് ഓഫർ. 2 വ്യക്തികൾക്കിടയിൽ ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫറുകൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരറിയാതെ ഓഫർ നൽകുകയാണെങ്കിൽ അതാണ് ക്രോസ് ഓഫർ. ദെൻ സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് ഓപ്പൺ ഓഫർ എന്നൊക്കെ പറയാം. ആൻഡ് ഓഫർ ഓപ്പൺ ഫോർ എ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം. നോർമലി ഇപ്പോൾ 1 കൊല്ലത്തേക്ക് നമ്മളുടെ കമ്പനിയിലേക്ക് കൽക്കരി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ സപ്ലയേഴ്സിൻ്റെ ടെൻഡർ വിളിക്കുകയാണ്. ഇത് സാധാരണ ഈ സ്റ്റാൻഡിങ് ഓഫർ എന്തിൻ്റെ ഫോമിലാണ്? ടെൻഡറുകളുടെ രൂപത്തിലാണ്. അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ നമ്മൾക്ക് സ്ഥിരമായി കുറച്ച് കാലത്തേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് സപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരിൽ നിന്ന് ടെൻഡർ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പരസ്യമിടും പേപ്പറിൽ. ആ ടെൻഡർ ഒരിക്കലും ഒരു ഓഫർ അല്ല. ടെൻഡർ ഒരു ഇൻറ്റൻഷൻ, നമ്മുടെ ഒരു ഇൻവിറ്റേഷൻ മാത്രമാണ്. അപ്പോൾ ഈ ടെൻഡർ കാണുമ്പോൾ കുറേ ആൾക്കാർ നമ്മൾക്ക് കൊട്ടേഷൻസ് അയക്കും. ഞാൻ ഇത്ര രൂപയ്ക്ക് തരാം, ഞാൻ ഇത്ര രൂപയ്ക്ക് തരാം എന്നൊക്കെ.
എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ XYZ എന്ന് പറയുന്ന ഒരു കമ്പനി A എന്ന് പറയുന്ന ഒരാളെ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അവർക്ക് ഒരു വർഷത്തേക്ക് കൽക്കരി ആവശ്യമുണ്ട്. അപ്പൊ ആ കൽക്കരി സപ്ലൈ ചെയ്യാൻ വേണ്ടി എയെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. എന്നിട്ട് ജനുവരിയിൽ കമ്പനി ഒരു ഓർഡർ കൊടുക്കും, 100 യൂണിറ്റ് വേണം അല്ലെങ്കിൽ 100 കിൻഡൽ വേണം. അപ്പൊ ഇതാണ് ഒരു ഓഫർ. അപ്പൊ എ അത് ആക്സെപ്റ്റ് ചെയ്യും. എ ആ ഓർഡർ സ്വീകരിച്ച് മെറ്റീരിയൽ സപ്ലൈ ചെയ്യും. അപ്പൊ അവിടെ ഒരു കോൺട്രാക്ട് വന്നു. ദെൻ പിന്നീട് ആവശ്യമുണ്ടാകുമ്പോൾ വീണ്ടും കമ്പനി ഒരു ഓർഡർ കൊടുക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം കോൺട്രാക്ട് ആവശ്യമായി വരുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ കമ്പനി പുതിയ പുതിയ ഓർഡറുകൾ കൊടുക്കും. അതിനനുസരിച്ച് സപ്ലയർ സപ്ലൈ ചെയ്യും. ഇത് ചിലപ്പോൾ ഒരു വർഷത്തേക്കൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെയുള്ളൊരു പ്രത്യേകത, ഇപ്പം നമ്മൾക്ക് ഈ മെറ്റീരിയൽ തന്നുകൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ, നമ്മളുടെ ഓഫറി, അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാം. ഒരു ലെറ്റർ ഓഫ് അല്ലെങ്കിൽ ഒരു നോട്ടീസ് നമ്മുടെ കമ്പനിക്ക് കൊടുത്താൽ മതി, ഞാൻ ഈ സ്റ്റാൻഡിങ് ഓഫറിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ്. ഏതെങ്കിലും ഒരു ഓർഡർ കിട്ടിയതിന് ശേഷമല്ല, ഒരു ഓർഡർ കിട്ടി അത് കൊടുത്ത് അടുത്ത ഓർഡർ വരുന്നതിന് മുന്നേ നമ്മൾക്ക് ആ സ്റ്റാൻഡിങ് ഓഫർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഓഫർ എന്ത് ചെയ്താൽ മതി? ആ കാര്യം വ്യക്തമായ നോട്ടീസിലൂടെ നമ്മളുടെ ഓഫററെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡിങ് ഓഫർ നമ്മൾക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെ ഫ്യൂച്ചർ സപ്ലൈസിൽ ആവശ്യമില്ല, ഇനി ഞങ്ങൾക്ക് ഇനി പ്രൊഡക്റ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് കമ്പനിക്കും ഓർഡർ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആക്സെപ്റ്റർക്കോ അല്ലെങ്കിൽ നമ്മൾ ഓഫർ ചെയ്ത ആൾ, ഓഫറർ ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്റ്റാൻഡിങ് ഓഫർ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതല്ലാതെ ആക്സെപ്റ്റർ ഒരു വർഷത്തേക്ക് കരാർ എഴുതിയിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റർക്ക് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. അതല്ല, ഓരോ ഓർഡറുകളും അതാത് സമയത്താണ് നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഏത് സമയത്ത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. പക്ഷേ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു നോട്ടീസ് കൊടുക്കണം ഓഫറിക്ക്. ഇപ്പോൾ ഓഫറാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ഓഫറിക്കൊരു നോട്ടീസ് നൽകണം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരിയഡിലേക്ക് ഓപ്പൺ ആയി നിലനിൽക്കുന്ന ഓഫറിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാൻഡിങ് ഓഫർ. സോ നമ്മുടെ ചാപ്റ്ററിലെ രണ്ടാമത്തെ സെക്ഷൻ വരെയാണ്. ചാപ്റ്ററിന്റെ ഹെഡിങ് എന്തായിരുന്നു? ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. അപ്പോൾ ഓഫറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്താണ്? ആക്സെപ്റ്റൻസ്. അപ്പോൾ ഒരു എഗ്രിമെന്റ് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? വാലിഡ് ഓഫറും വേണം, വാലിഡ് ആക്സെപ്റ്റൻസും വേണം. അപ്പോൾ എന്താണ് ആക്സെപ്റ്റൻസ്? According to section 2 subsection B, when the person to whom the proposal is made signifies his assent thereto, the proposal is said to be accepted. നമ്മൾ പറഞ്ഞു ഓഫർ ഡിഫൈൻ ചെയ്തപ്പോൾ ഒരു വ്യക്തി വേറൊരു വ്യക്തിയോട് അവരുടെ വില്ലിങ്നെസ് അറിയിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാമെന്നോ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാമെന്നോ പറഞ്ഞുകൊണ്ടുള്ള റെഡിനെസ് അറിയിക്കുകയാണ്. എന്തിനു വേണ്ടി? രണ്ടാമത്തെ വ്യക്തിയുടെ സമ്മതം കിട്ടാൻ വേണ്ടി. അപ്പോൾ എപ്പോഴാണോ ഒരു വ്യക്തി അദ്ദേഹത്തിന് ലഭിച്ച പ്രപ്പോസലിന് സമ്മതമാണ് എന്നറിയിക്കുന്നത്, ആ സമയത്ത് നമ്മൾ എന്ത് പറയും? ദ പ്രപ്പോസൽ ഈസ് സെറ്റ് ടു ബി ആക്സെപ്റ്റഡ്. എപ്പോഴാണോ ഈ ഓഫർ ലഭിച്ച ആള് ആ പ്രപ്പോസലിന് അദ്ദേഹത്തിന്റെ അസെന്റ്, സമ്മതം സിഗ്നിഫൈസ് ചെയ്യുന്നത്, അറിയിക്കുന്നത്, എനിക്കിത് സമ്മതമാണ് എന്ന് തുറന്ന് പറയുന്നത്, അപ്പോഴാണ് ആ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. വെൻ ദ പ്രപ്പോസൽ ഈസ് ആക്സെപ്റ്റഡ് ഇറ്റ് ബിക്കംസ് എ പ്രോമിസ്. ഒരു പ്രപ്പോസൽ, ഒരു ഓഫറി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രപ്പോസൽ എന്ന രൂപത്തിൽ നിന്ന് മാറി എന്തായി മാറുന്നു? പ്രോമിസ് ആവുന്നു. അപ്പോൾ പ്രോമിസറും പ്രോമിസിയുമായി മാറും. അപ്പോൾ എപ്പോഴാണോ ഏത് വ്യക്തിക്കാണോ ഓഫർ ലഭിച്ചിട്ടുള്ളത് ആ ഓഫറിനോട് തൻ്റെ സമ്മതം പ്രകടമാക്കുന്നത്, ആ സമയത്ത് ആ ഓഫർ സ്വീകരിക്കപ്പെട്ടു എന്ന് നമ്മൾക്ക് പറയാം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓഫർ ആക്സെപ്റ്റർ ആവും. ഈ പ്രപ്പോസൽ എന്തായി മാറും? പ്രോമിസ് ആയി മാറും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഈ ആക്സെപ്റ്റൻസ് വേറൊരാളെ അറിയിക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ ആർക്കാണ് ഇത് സ്വീകരിക്കാനുള്ള അവകാശം? Who can accept the offer? If the offer is specific, the intended person can accept it.
നമ്മൾ ഓഫറിൻ്റെ ടൈപ്പ് പറഞ്ഞപ്പോൾ സ്പെസിഫിക് ഓഫറും ജനറൽ ഓഫറും പറഞ്ഞു. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടാർഗറ്റഡ് പേഴ്സൺ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. നമ്മൾ ആരെ ഉദ്ദേശിച്ചാണോ ഓഫർ നൽകിയിട്ടുള്ളത് അവർക്ക് മാത്രമേ സ്പെസിഫിക് ഓഫർ സ്വീകരിക്കാൻ കഴിയൂ. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് A+ കിട്ടിയ കുട്ടികൾക്ക് 50% ഫീ ഡിസ്കൗണ്ട് എന്നായിരുന്നു. അപ്പോൾ ആ ഓഫർ ആർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ? ഫുൾ A+ ലഭിച്ച കുട്ടികൾക്ക് മാത്രം. എന്നാൽ ജനറൽ ഓഫറിൻ്റെ കേസ് അങ്ങനെയല്ല, ഇറ്റ്സ് ഓപ്പൺ ടു ആൾ ആണ്. എനിബഡി നോയിങ് അബൌട്ട് ദ ഓഫർ ക്യാൻ എക്സൈസ് ഇറ്റ്. ആർക്കാണോ ഈ ഓഫറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നത് അവർക്ക് എന്ത് ചെയ്യാം? ജനറൽ ഓഫറിന് സ്വീകരിക്കാം. അവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വീട്ടുടമസ്ഥൻ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പെറ്റ് ഡോഗിനെ കാണാതായപ്പോൾ കണ്ടുപിടിക്കുന്നവർക്ക് ഇത്ര രൂപ സമ്മാനം തരാമെന്നൊരു ഓഫർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഓഫർ കേട്ടതിന് ശേഷം ഒരു വ്യക്തി പോയി തിരഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പെറ്റ് ഡോഗിനെ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ന്യായമായും അദ്ദേഹത്തിന് ആ റിവാർഡ് കിട്ടാനുള്ള അവകാശമുണ്ട്. അതേപോലെ ഒരു കാർലി വേഴ്സസ് കാർബോളിക് സ്മോക്ക് ബോൾ കമ്പനി എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. ഇത് ഫസ്റ്റിൽ ജനറൽ ഓഫർ പറയുന്ന സമയത്ത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ആ സ്മോക്ക് ബോൾസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ഒരു ഓഫർ വെച്ചിരുന്നു. ഈ സ്മോക്ക് ബോൾസ് ഉപയോഗിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഇൻഫ്ലുവൻസ വരികയാണെങ്കിൽ അവർ കുറേ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം ഇൻഫ്ലുവൻസ വരികയാണെങ്കിൽ ആ കമ്പനി അവർക്ക് നഷ്ടപരിഹാരം നൽകും, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നൽകും എന്നൊക്കെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാർലിൽ എന്ന് പറയുന്ന ആൾ ഈ പരസ്യം കാണുകയും ഈ കമ്പനിയുടെ സ്മോക്ക് ബോൾസ് ആ പരസ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ഓഫറിൽ പറഞ്ഞ നിബന്ധനകൾ പ്രകാരം ഉപയോഗിക്കുകയും പിന്നീട് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ വ്യക്തിക്ക് ഇൻഫ്ലുവൻസ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഈ റിപ്പോർട്ടുകളും മെഡിക്കൽ ഫൈൻഡിങ്സും എല്ലാം കാണിച്ചുകൊണ്ട് കമ്പനിക്കെതിരെ കേസ് കൊടുത്തു. കമ്പനി അവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതായി വന്നു. അപ്പോൾ ജനറൽ ഓഫർ ആർക്ക് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി ഹൗ ആൻ ആക്സെപ്റ്റൻസ് മെയ്ഡ്, എങ്ങനെയാണ് നമ്മൾക്കൊരു കാര്യം, ഒരു ഓഫർ നമ്മൾ സ്വീകരിച്ചു എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ ഓഫറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു എക്സ്പ്രസ് ഓഫറുമുണ്ട്, ഇംപ്ലൈഡ് ഓഫറുമുണ്ട്. വ്യക്തമായ വാക്കുകളിൽ എഴുതിയോ പറഞ്ഞോ രൂപീകരിക്കുന്നതാണ് എക്സ്പ്രസ് ഓഫർ. അതേപോലെ എക്സ്പ്രസ് ആക്സെപ്റ്റൻസ് നടത്താം. നമ്മൾക്ക് ലഭിച്ച ഓഫർ ലെറ്ററിന് പകരമായി നമ്മളൊരു ആക്സെപ്റ്റൻസ് ലെറ്റർ തിരിച്ചു കൊടുക്കുക. വ്യക്തമായ വാക്കുകളിൽ എഴുതി തയ്യാറാക്കിയ ആക്സെപ്റ്റൻസ് ലെറ്ററിലൂടെ സ്വീകരിക്കാം. അല്ലെങ്കിൽ വാക്കുകളിലൂടെ എനിക്കതിന് സമ്മതമാണ് എന്ന് നമ്മൾ നമ്മുടെ വായ കൊണ്ട് പറയുന്ന വാക്കുകളിലൂടെ ഓറൽ വേർഡ്സിലൂടെയും ആക്സെപ്റ്റൻസ് നടത്താം. അപ്പോൾ എക്സ്പ്രസ് ആക്സെപ്റ്റൻസ് നടത്താം, ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് നടത്താം. ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയാതെ തന്നെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ആ നായ കണ്ടുപിടിക്കുന്ന കേസ് പറഞ്ഞില്ലേ, അപ്പോൾ 10 പേര് നിൽക്കുമ്പോഴാണ് നമ്മൾ ആ റിവാർഡ് അനൗൺസ് ചെയ്തത്. ആ 10ൽ ഒരാൾ പോയി ആ നായയെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് റിവാർഡ് കൊടുക്കണം. കാരണം അവരത് കൊണ്ടുവന്നാൽ അതിൽ ഇംപ്ലൈഡ് ആണ്, എനിക്ക് ആ റിവാർഡ് വേണം എന്നുള്ളത് ഇംപ്ലൈഡ് ആണ്. അതേപോലെ ട്രാവലിംഗ് സർവീസുകളൊക്കെ ഉപയോഗിക്കുന്നതും ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസിന് എക്സാമ്പിളാണ്. നമ്മളൊരു ബസ്സിൽ കയറുമ്പോൾ ടിക്കറ്റ് എടുക്കണമെന്ന് നമ്മൾക്കറിയാം, ടിക്കറ്റ് എടുക്കും. അതേപോലെ നമ്മൾക്ക് ആ പർട്ടിക്കുലർ പ്ലേസിൽ എവിടെയാണോ നമ്മൾക്ക് എത്തിച്ചേരേണ്ടത് അവിടെ നമ്മുടെ ബസ്സുകാർ നമ്മളെ ആ സ്റ്റോപ്പിൽ ഇറക്കി വിടുകയും ചെയ്യും. അതൊക്കെ ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസിന് എക്സാമ്പിൾസ്. ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ആക്സെപ്റ്റൻസ്. അപ്പോൾ എന്താണ് ആക്സെപ്റ്റൻസ്, എങ്ങനെയാണ് ആക്സെപ്റ്റൻസ് നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു വാലിഡ് ആക്സെപ്റ്റൻസ് ആവണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യമായി പറയുന്നത് ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി ആബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. ആക്സെപ്റ്റൻസ് എല്ലായ്പ്പോഴും എങ്ങനെയാവണം? കംപ്ലീറ്റ് ആക്സെപ്റ്റൻസ് ആവണം. ക്വാളിഫിക്കേഷൻസ് ഒന്നും പാടില്ല. ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ആ ഓഫറിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ആൾട്ടറേഷൻസ് വെച്ചുകൊണ്ട് ഓഫർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റൻസ് ആവില്ല. എങ്ങനെയാണോ നമ്മൾക്കൊരു ഓഫർ ലഭിച്ചിട്ടുള്ളത് അത് അതേപോലെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്
വാലിഡ് ആക്സെപ്റ്റൻസ് ആവുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബിയോട് തൻ്റെ വീട് 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ നിനക്ക് നൽകാം, നിനക്ക് വിൽക്കാം എന്നൊരു ഓഫർ കൊടുത്തു. അപ്പോൾ ബി ചോദിക്കുകയാണ് 9 ലക്ഷത്തിന് തരുമോ എന്ന് തിരിച്ചൊരു റിക്വസ്റ്റ് ചോദിച്ചു, തിരിച്ചൊരു ഓഫർ കൊടുത്തു. അപ്പോൾ ഒരു ഓഫറിന് പകരം തിരിച്ച് അവിടുന്ന് ആക്സെപ്റ്റൻസ് അല്ല ഉണ്ടായത്, തിരിച്ചൊരു ഓഫറാണ്, കൗണ്ടർ ഓഫറാണ് അവിടെ വന്നത്. അപ്പോൾ അവിടെ ഒരിക്കലും എന്തില്ല, വാലിഡ് ആക്സെപ്റ്റൻസ് ഇല്ല. എങ്ങനെയാണോ ഓഫറിക്ക് ലഭിച്ചിട്ടുള്ളത് അതേപോലെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ വാലിഡ് ആക്സെപ്റ്റൻസ് ആയി മാറുന്നുള്ളൂ. അവിടെ ക്വാളിഫിക്കേഷൻ, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഭേദഗതി വരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് വാലിഡ് അല്ല. രണ്ടാമതായി പറയുന്നത് ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി പെർഫോംഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. കൃത്യമായി പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ പ്രിസ്ക്രൈബ്ഡ് മാനറിൽ സ്വീകരിച്ചാൽ മാത്രമേ ആക്സെപ്റ്റൻസ് വാലിഡ് ആക്സെപ്റ്റൻസ് ആവുന്നുള്ളൂ. ചില സമയത്ത് ഓഫറർക്ക് ഈ ഓഫറിയുടെ ആക്സെപ്റ്റൻസ് ലഭിക്കുന്നതിന് മുന്നേ ആ ഓഫർ ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ തോന്നും. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ സമയപരിധിക്കുള്ളിൽ ചെയ്യണം, അത് ഓഫറിയെ വിവരം അറിയിക്കുകയും വേണം. അതേപോലെ ഓഫറിയും എങ്ങനെയാണോ ഓഫറർ പറഞ്ഞിട്ടുള്ളത്, ആ ആക്സെപ്റ്റൻസിൻ്റെ മോഡ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ വേണം ആക്സെപ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആക്സെപ്റ്റൻസ് ഇമെയിലിലൂടെ എന്നെ അറിയിക്കുക എന്ന് ഓഫറർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമെയിലായിട്ട് തന്നെ അതിൻ്റെ ആക്സെപ്റ്റൻസ് അറിയിക്കണം. അതല്ലാതെ കത്തെഴുതി അറിയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വാലിഡ് ആക്സെപ്റ്റൻസ് ആവില്ല. അപ്പോൾ മോഡ് ഓഫ് ആക്സെപ്റ്റൻസ് എങ്ങനെയാണോ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അതേ മാനറിൽ വേണം നമ്മൾ ആക്സെപ്റ്റൻസ് കണ്ടക്ട് ചെയ്യാൻ. ദെൻ മൂന്നാമതായി പറയുന്നത് ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ ആക്സെപ്റ്റൻസിനെ കുറിച്ച് കൃത്യമായി ഓഫററെ അറിയിക്കണം. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ലഭിക്കുന്ന ഓഫർ ലെറ്ററുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനേജർ അതിൻ്റെ മുകളിൽ ആക്സെപ്റ്റഡ് എന്ന് എഴുതി വെക്കണം, അല്ലെങ്കിൽ സീല് വെക്കണം. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് നമ്മുടെ ഓഫററെ വ്യക്തമായി അറിയിക്കണം. അപ്പോഴേ അതൊരു ആക്സെപ്റ്റൻസ് ആയി മാറുകയുള്ളൂ, അതല്ലെങ്കിൽ ആക്സെപ്റ്റൻസ് ആയി സ്വീകരിക്കുകയില്ല. ദെൻ അടുത്തതായി പറയുന്നത് ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ പേഴ്സൺ ഹൂ ഹാസ് ദ അതോറിറ്റി ടു ആക്സെപ്റ്റ് ഇറ്റ്. വ്യക്തമായി ഈ ആക്സെപ്റ്റൻസ് ആർക്കാണോ സ്വീകരിക്കാൻ അർഹതയുള്ളത് ആ വ്യക്തി തന്നെ ആവണം ആക്സെപ്റ്റൻസ് ആശയവിനിമയം നടത്തേണ്ടത്. അതായത് ഏത് വ്യക്തിക്കാണോ ആക്സെപ്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത് ആ വ്യക്തി തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയോടായിരിക്കണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, ഒരു വ്യക്തി ഒരു സ്കൂളിൽ ഹെഡ് മാസ്റ്ററുടെ പോസ്റ്റിന് വേണ്ടി അപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപേക്ഷ ആ സ്കൂളിൻ്റെ മാനേജിങ് കമ്മിറ്റി പരിഗണിച്ചു. ഇദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യാമെന്ന് അവർ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി, കമ്മിറ്റിയിലൊരു പ്രമേയം പാസ്സാക്കി, ഇദ്ദേഹത്തിനെ തന്നെ നമ്മൾക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷേ നമ്മളുടെ കമ്മിറ്റി ഈ വ്യക്തിയെ അത് അറിയിച്ചിട്ടില്ല, ഒഫീഷ്യലി ഇൻഫോം ചെയ്തിട്ടില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ കമ്മിറ്റിയിൽ ഒരു മെമ്പർ അൺഒഫീഷ്യലി, അദ്ദേഹത്തിന് അത് അറിയിക്കാനുള്ള അധികാരമൊന്നുമില്ല, എങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഹെഡ് മാസ്റ്റർ ആവാനുള്ള പോസ്റ്റിന് അപേക്ഷിച്ച വ്യക്തിയോട് ഇൻഫോം ചെയ്തു, ഇൻഫോർമലായിട്ട് ഇൻഫോം ചെയ്തു. നിന്നെ തന്നെയാണ് കേട്ടോ അവിടെ പോസ്റ്റ് ചെയ്യുന്നത്, ഞങ്ങളിങ്ങനെ കമ്മിറ്റിയിൽ ആലോചിച്ചിരുന്നു, തീരുമാനിച്ചിരുന്നു എന്നൊക്കെ വിവരം അറിയിച്ചു. പക്ഷേ പിന്നീട് നടന്ന കമ്മിറ്റി മീറ്റിങ്ങിൽ കമ്മിറ്റി എന്ത് ചെയ്തു, അവരാദ്യം പാസ്സാക്കിയ റെസൊല്യൂഷൻ ക്യാൻസൽ ചെയ്തു, പകരം വേറൊരാളെ നിയമിക്കാൻ അവർ തീരുമാനിച്ചു, നിയമിച്ചു. ആ സമയത്ത് ഈ വ്യക്തിക്ക് പോയി കേസ് കൊടുക്കാൻ പറ്റില്ല, ആദ്യം അപേക്ഷിച്ച വ്യക്തിക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, അദ്ദേഹത്തിനെ കമ്മിറ്റി വിവരം അറിയിച്ചിട്ടില്ല. അതിലത്തെ ഏതോ ഒരു മെമ്പർ അവിടെ കേട്ട കാര്യം ഇൻഫോർമലായി അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആക്സെപ്റ്റൻസ് പറയാൻ അധികാരമുള്ള വ്യക്തി തന്നെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ ലീഗലി വാലിഡ് ആക്സെപ്റ്റൻസ് ആയി മാറുകയുള്ളൂ. ദെൻ അടുത്തതായി പറയുന്നത് ദ ആക്സെപ്റ്റൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ ടൈം പ്രിസ്ക്രൈബ്ഡ്. നമ്മൾ ഓഫറിൽ ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സമയം പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഓഫർ സ്വീകരിച്ചിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജനുവരി 10 വരെ
അങ്ങനെ ഒരു സമയം, അല്ലെങ്കിൽ ജനുവരി 10 5 മണിക്ക് മുൻപ് എന്നൊരു നിബന്ധന ഓഫറിലുണ്ടെങ്കിൽ ആ 5 മണിക്ക് മുൻപ് തന്നെ നമ്മളത് ചെയ്തിരിക്കണം. ആ ഓഫർ കൃത്യമായി ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. അപ്പോഴേ വാലിഡ് ആക്സെപ്റ്റൻസ് ആയി മാറുകയുള്ളൂ. ദെൻ അതിൽ ലാസ്റ്റിൽ പറയുന്നത് ബിഫോർ ദ ഓഫർ ലാപ്സസ്, നമ്മളുടെ ഓഫർ ലാപ്സ് ചെയ്യുന്നതിന് മുൻപേ, അതായത് ഓഫർ ലാപ്സ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറിൻ്റെ വാലിഡിറ്റി പോവുക, അല്ലെങ്കിൽ ഓഫർ വിഡ്രോ ചെയ്യുക. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഒരാൾ അയാളുടെ കാറ് ബിയോട് 40,000 രൂപയ്ക്ക് നൽകാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബി അത് ആക്സെപ്റ്റ് ചെയ്തില്ല. പിന്നീട് ഇമെയിലിലൂടെ അറിയിച്ചു ബിയോട്, ഞാൻ ഈ ഓഫർ പിൻവലിച്ചിരിക്കുന്നു എന്ന് ബിയെ അറിയിച്ചു. ബി ആ ഇമെയിൽ വായിച്ചു. പിന്നീട് ബി ഒരു ലെറ്റർ അയക്കുകയാണ്, ഞാൻ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ ആക്സെപ്റ്റൻസിന് വാലിഡിറ്റി ഇല്ല. കാരണം ആ ഓഫർ ഓൾറെഡി വിഡ്രോ ചെയ്യപ്പെട്ട് കഴിഞ്ഞു, പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ കാലാവധി കഴിഞ്ഞ ഓഫർ ആക്സെപ്റ്റ് ചെയ്താൽ അത് എന്താവില്ല, വാലിഡ് ആക്സെപ്റ്റൻസ് ആവില്ല. കുറേ എക്സാമ്പിളുകളുണ്ട് ചില കേസുകൾക്കൊക്കെ. ഇതിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പോൾ ഈ ആക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരിക്കലും ആക്സെപ്റ്റൻസിൻ്റെ മോഡോ അല്ലെങ്കിൽ ആക്സെപ്റ്റൻസോ ഒന്നും മറ്റേ വ്യക്തിക്ക് ഒരു ഭാരമായി തീരരുത്, ബേർഡൻ ആവരുത് എന്നൊക്കെ നിയമത്തിൽ വ്യക്തമായ പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഓഫറർക്ക് ആക്സെപ്റ്റൻസ് എങ്ങനെ വേണം എന്നൊക്കെ നിർദ്ദേശിക്കാനുള്ള അധികാരമുണ്ടെങ്കിലും അത് ഓഫറേക്ക് ഒരു ബേർഡൻ ആവാത്ത രീതിയിൽ വേണം ഓഫറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ 6 റൂൾസാണ് ഒരു വാലിഡ് ആക്സെപ്റ്റൻസ് നടത്തുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക്, കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഓഫർ ആണെങ്കിലും ആക്സെപ്റ്റൻസ് ആണെങ്കിലും അതിൻ്റെ വാലിഡ് റൂൾസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്. ഇത് വ്യക്തമായി ആശയവിനിമയം നടത്തിയിരിക്കണം. അപ്പോൾ ഓഫറിൻ്റെ കേസിൽ എങ്ങനെയാണ് വാലിഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആക്സെപ്റ്റൻസിൻ്റെ കേസിൽ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് സെക്ഷൻ 4-ലാണ്. According to this section, an offer, that means the communication of an offer comes to an end. എപ്പോഴാണ്? When it comes to the knowledge of the person to whom it is made. ഈ ഓഫറിൻ്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾക്ക് എപ്പോഴാണ് പറയാൻ കഴിയുന്നത്? എപ്പോഴാണോ ആ ഓഫർ അത് അറിയേണ്ട വ്യക്തി അറിയുന്നത്, അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് അത് എത്തുന്നത്, അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അപ്പോൾ ഒരു ഓഫർ ബിക്ക് നൽകുന്നുണ്ടെങ്കിൽ ആ ഓഫർ അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല, അത് ആരുടെ കയ്യിലെത്തണം? ബിയുടെ കയ്യിലെത്തണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏപ്രിൽ 5 നമ്മൾ ഓഫർ ലെറ്റർ അയച്ചത്. അപ്പോൾ എയെ സംബന്ധിച്ചിടത്തോളം ഓഫർ എന്ന് തുടങ്ങി? ഏപ്രിൽ 5. പക്ഷെ അത് ബിയുടെ കയ്യിലെത്തിയത് ഏപ്രിൽ 7 എന്ന് വിചാരിക്കാം. ബിയെ റിലേറ്റ് ചെയ്തിട്ട് ആ ഓഫർ എപ്പോഴേ അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയിട്ടുള്ളൂ? ഏപ്രിൽ 7. അപ്പോൾ വാലിഡിറ്റി, അതായത് ആ ഓഫർ സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് എപ്പോഴേ പറയാൻ പറ്റൂ? ഏപ്രിൽ 7. അപ്പോൾ ഒരു ഓഫർ കംപ്ലീറ്റ് ആവണമെങ്കിൽ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ ഓഫർ അത് അറിയേണ്ട വ്യക്തി എപ്പോഴാണോ അറിയുന്നത് അപ്പോഴാണ് ഓഫർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മൾ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആ മറ്റേ വ്യക്തിയുടെ കയ്യിൽ എത്തിയിട്ടില്ലെങ്കിൽ അവിടെ ഓഫർ രൂപീകരിക്കപ്പെടുന്നില്ല. ഇനി രണ്ടാമത്തേത് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ആണ്. ആക്സെപ്റ്റൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ പ്രപ്പോസറെ സംബന്ധിച്ചിട്ടുള്ള ആക്സെപ്റ്റൻസും പറയണം, അതായത് കമ്മ്യൂണിക്കേഷൻ പറയണം. ആക്സെപ്റ്ററെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തിയത്? ബൗണ്ട്, അതായത് അവരുടെ ആ ബൈൻഡിങ്സ് എങ്ങനെയാണ് വരുന്നത്, അവരുടെ ഉത്തരവാദിത്തം എപ്പോഴാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് കേസിൽ ആക്സെപ്റ്റൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആസ് എഗെയിൻസ്റ്റ് പ്രപ്പോസർ, ഓഫർ നൽകിയ ആളെ സംബന്ധിച്ച് ആക്സെപ്റ്റൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? വെൻ ഇറ്റ് ഈസ് പുട്ട് ഇൻ എ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ ടു ഹും. അതായത് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കുക. എ ആൻഡ് ബി, ബിക്ക് ഒരു ഓഫർ ലെറ്റർ അയച്ചു, എൻ്റെ വീട് നിനക്ക് 10 ലക്ഷം രൂപയ്ക്ക് തരാം. ഓഫർ അയച്ചു കഴിഞ്ഞു. ഇനി അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ആരാണ്? ബി ആണ്. അപ്പോൾ എയെ സംബന്ധിച്ചിടത്തോളം ബിയുടെ ആക്സെപ്റ്റൻസ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? ബി ഏപ്രിൽ 10
ആക്സെപ്റ്റൻസ് ലെറ്റർ പോസ്റ്റ് ചെയ്തു. കോഴ്സ് ഓഫ് ട്രാൻസ്മിഷനിൽ ഇട്ട് കഴിഞ്ഞു. ഏപ്രിൽ 10 ലെറ്റർ പോസ്റ്റ് ചെയ്തു. ആക്സെപ്റ്റൻസ് ലെറ്റർ ബി പോസ്റ്റ് ചെയ്തു. അപ്പൊ എയെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റൻസ് എന്ന് കംപ്ലീറ്റ് ആയി ഏപ്രിൽ 10. കാരണം ബിയുടെ കൺട്രോളിൽ നിന്ന് പോയി. എനിക്ക് സമ്മതമാണ് എന്ന് പറയുന്ന ലെറ്റർ ബി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഫറിന്റെ ആക്സെപ്റ്റൻസ് അദ്ദേഹം നടത്തി കഴിഞ്ഞു എയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആസ് എഗെയിൻസ്റ്റ് ആക്സെപ്റ്റർ ബിയെ സംബന്ധിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണോ ഈ ലെറ്റർ എയുടെ കയ്യിൽ എത്തുന്നത്. ഏപ്രിൽ 12 എയുടെ കയ്യിൽ ആ കത്ത് കിട്ടിയത് എന്ന് വിചാരിക്കാം. അപ്പോഴാണ് ബിയുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ബിയുടെ ബാധ്യത അന്നാണ് തുടങ്ങുന്നത്. കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പീഡി മെത്തേഡ് വേറെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ആക്സെപ്റ്റർക്ക് അത് ക്യാൻസൽ ചെയ്യാം. അതായത് ഇപ്പൊ ഏപ്രിൽ 10 ബി എനിക്ക് വീട് വാങ്ങാൻ സമ്മതമാണ് എന്ന് പറയുന്ന കത്ത് പോസ്റ്റ് ചെയ്തത്. പക്ഷേ ഏപ്രിൽ 12 എയുടെ കയ്യിൽ ഈ കത്ത് കിട്ടുകയുള്ളൂ. എന്നാൽ ഏപ്രിൽ 11 ബി ഫോൺ ചെയ്ത് പറയാണ് എയോട്, എനിക്ക് സമ്മതമല്ല, ഞാനിങ്ങനെ കത്തൊക്കെ അയച്ചു, പക്ഷെ എനിക്ക് ആ വീട് വാങ്ങാൻ താല്പര്യമില്ല, എനിക്ക് സമ്മതമല്ല, ഞാൻ ആ ഓഫർ സ്വീകരിക്കുന്നില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ 12 ഈ കത്ത് വന്നാലും അതിന് വാല്യൂ ഇല്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് 2 രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഓഫററെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണോ ഓഫറി അദ്ദേഹത്തിൻ്റെ ആക്സെപ്റ്റൻസ് അറിയിച്ചു കൊണ്ടുള്ള മെസ്സേജ് ട്രാൻസ്മിഷനിൽ ഇടുന്നത്, ഓഫറർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുമുതൽ ഓഫററെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. എന്നാൽ ഓഫറെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല. എപ്പോഴാണോ ഈ ആക്സെപ്റ്റൻസ് മെസ്സേജ് ഓഫറുടെ കയ്യിൽ എത്തുന്നത് അതുവരെ ഓഫറയ്ക്ക് സമയമുണ്ട്. ആക്സെപ്റ്റൻസ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള സമയമുണ്ട്. എന്നാൽ ഓഫറുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്കത് ഞാൻ ആ ഓഫർ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് പിന്നീടുള്ള നടപടികളിലേക്ക് പോകാനേ കഴിയുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ്. ഓഫർ ആണെങ്കിലും ആക്സെപ്റ്റൻസ് ആണെങ്കിലും വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ വരുന്ന ഒരു കേസാണ് കോൺട്രാക്ട്സ് ഓവർ ടെലിഫോൺ ഓർ മൊബൈൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, കത്തിലൂടെ പോസ്റ്റ് ചെയ്തു, പക്ഷെ അത് ക്യാൻസൽ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ആ കത്ത് ഓഫറുടെ കയ്യിൽ എത്തണതിൻ്റെ മുന്നേ നമുക്ക് വേണമെങ്കിൽ ഫോൺ ചെയ്ത് പറയാം, വ്യക്തമായി പറയാം. ഓഫറിൽ ആക്സെപ്റ്റൻസ് എങ്ങനെ ചെയ്യണമെന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കത്തിലൂടെ തന്നെ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ ഫോൺ ചെയ്ത് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഫോണിലൂടെയാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നതെങ്കിൽ കോൺട്രാക്റ്റ് രൂപീകരിക്കപ്പെടണമെങ്കിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. നമ്മൾ പറയുന്ന മെസ്സേജ് ഓഫറർ നൽകുന്ന ഓഫർ വ്യക്തമായി ഓഫർ കേട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എന്താണോ ഓഫറിലൂടെ ഓഫറർ നൽകുന്നത് അത് കൃത്യമായി ഓഫറി കേട്ട് അദ്ദേഹത്തിൻ്റെ ആക്സെപ്റ്റൻസ് പറയുന്നത് ഓഫററും കൃത്യമായി കേൾക്കണം. അതല്ലാതെ നമ്മൾ പറഞ്ഞത് അവരെന്താന്ന് കേട്ടില്ല, അവരിങ്ങോട്ട് പറഞ്ഞത് നമ്മളും കേട്ടിട്ടില്ലെങ്കിൽ അതൊരിക്കലും കോൺട്രാക്റ്റായി മാറില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് ഇതിന് സമ്മതമല്ലേ എന്ന് ചോദിച്ച് സമ്മതമാണ് എന്ന് പറയുന്നത് ഓഫററും കൃത്യമായി കേൾക്കണം. എന്നിട്ട് ഓക്കെ ബൈ എന്ന് പറഞ്ഞ് ഫോർമലി നമ്മൾ സംഭാഷണം അവസാനിപ്പിക്കില്ലേ, അതേപോലെ അവസാനിപ്പിച്ചാൽ മാത്രമേ ഫോണിലൂടെയുള്ള കോൺട്രാക്റ്റുകൾക്ക് വാലിഡിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അവിടെ വ്യക്തമായി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫറർ പറയുകയും വേണം, ഓഫറി അത് കേൾക്കുകയും വേണം, അതിന് ആക്സെപ്റ്റൻസ് രേഖപ്പെടുത്തുകയും വേണം. വ്യക്തമായ വാക്കുകളിൽ കേൾക്കാവുന്ന തരത്തിൽ ആക്സെപ്റ്റൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മൊബൈലിലൂടെയോ ഫോണിലൂടെയോ ഉള്ള കോൺട്രാക്റ്റുകൾ വാലിഡ് കോൺട്രാക്റ്റായി മാറുകയുള്ളൂ. ഈ ചാപ്റ്ററിൽ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിവോക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ്. റിവോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ക്യാൻസലേഷൻ അല്ലെങ്കിൽ ടേക്കിംഗ് ബാക്ക്, വിഡ്രോവൽ എന്നൊക്കെ പറയാം. നമ്മൾ പറഞ്ഞ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, പിൻവലിക്കുന്നു, ടേക്കിംഗ് ബാക്ക്. നമ്മൾ ആ പറഞ്ഞ കാര്യം അതില്ല അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അത് പിൻവലിക്കുന്നതിനെയാണ് റിവോക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു, റദ്ദ് ചെയ്യുന്നു. അത് ആക്സെപ്റ്റൻസ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, ഓഫറും ക്യാൻസൽ ചെയ്യാം. ഓഫറർക്ക് അദ്ദേഹം നൽകിയ ഓഫർ ക്യാൻസൽ ചെയ്യാം, ഓഫറിക്ക് അദ്ദേഹം നൽകിയ ആക്സെപ്റ്റൻസും
ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എപ്പോഴാണ് ഈ ക്യാൻസലേഷൻ കംപ്ലീറ്റ് ആവുന്നത്? സെക്ഷൻ 5 പ്രകാരം ഒരാൾക്ക്, ഒരു ഓഫറർക്ക് ഓഫർ ക്യാൻസൽ ചെയ്യാൻ ഒരു സമയപരിധി ഉണ്ട്. ആക്സെപ്റ്റർക്ക് ആക്സെപ്റ്റൻസ് ക്യാൻസൽ ചെയ്യാനും ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഓഫററെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫർ ക്യാൻസൽ ചെയ്യാനുള്ള മാക്സിമം ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ബിഫോർ ദ ടൈം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഈസ് കംപ്ലീറ്റ് ഏസ് എഗെയിൻസ്റ്റ് ദ പ്രപ്പോസർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും, എ ബിക്ക് ഒരു ഓഫർ കൊടുത്തു, എൻ്റെ വീട് നിനക്ക് 10 ലക്ഷം രൂപയ്ക്ക് തരാം. ഈ ഓഫർ ഏതുവരെ ഇയാൾക്ക് ക്യാൻസൽ ചെയ്യാം? എപ്പോഴാണോ ഈ ഓഫറിനുള്ള മറുപടി ബി പോസ്റ്റ് ചെയ്യുന്നത്. ബി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസ്, എയെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഈ ഓഫറിന് എനിക്ക് സമ്മതമാണ് എന്ന് ജനുവരി 10 ബി പോസ്റ്റിൽ ഇട്ടു എന്ന് വിചാരിക്കാം. ആ പോസ്റ്റൽ, ആ ട്രാൻസ്മിഷനിൽ ഇടുന്നത് വരെ എക്ക് ക്യാൻസൽ ചെയ്യാം. ഞാൻ എൻ്റെ ഓഫർ പിൻവലിച്ചു എന്ന് പറയാം. പക്ഷേ ബി അത് സ്വീകരിച്ചതിന് ശേഷം ആർക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല? എക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ആ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇയാൾ പോസ്റ്റ് ചെയ്താൽ മതി. ഇയാളുടെ ഔട്ട് ഓഫ് കൺട്രോളിലായി കഴിഞ്ഞു ആ തീരുമാനം. ആ പോസ്റ്റ് ചെയ്യുന്ന നിമിഷം വരെ മാത്രമേ എക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. അതാണ് ഓഫറിനെ സംബന്ധിച്ച്. ഇനി ആക്സെപ്റ്റൻസ് വേണമെങ്കിൽ ആക്സെപ്റ്റർക്ക് ക്യാൻസൽ ചെയ്യാം. ഏതുവരെയാണ്? സെക്ഷൻ 5 ഇത് പറയുന്നത്. ആസ് എഗെയിൻസ്റ്റ് ദ ആക്സെപ്റ്റർ വെൻ ഇറ്റ് ഈസ് കംപ്ലീറ്റഡ്. ഇപ്പൊ ഇവിടെ ബിയെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് ജനുവരി 10 പോസ്റ്റ് ചെയ്തു, പക്ഷെ 12 കത്ത് എയുടെ കയ്യിൽ എത്തുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ബിയെ കൺസിഡർ ചെയ്യുമ്പോൾ ബിയെ സംബന്ധിച്ച് ആക്സെപ്റ്റൻസ് കംപ്ലീറ്റ് ആവുന്നത് 12 അപ്പോൾ ബിയുടെ ആക്സെപ്റ്റൻസ് വേണമെങ്കിൽ ഈ 12 വരെ ബിക്ക് റിവോക്ക് ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആക്സെപ്റ്റൻസും ഓഫറും വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അതിന് ആ ടൈം ലിമിറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഓഫർ ആണെങ്കിൽ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ഓഫററെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ, ആക്സെപ്റ്റൻസ് ആണെങ്കിൽ ആക്സെപ്റ്ററെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ അതിനുള്ളിൽ നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ഇങ്ങനെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓഫർ കൊടുക്കുകയാണെങ്കിലും ആക്സെപ്റ്റൻസ് കൊടുക്കുകയാണെങ്കിലും ഇതെല്ലാം ക്യാൻസൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് പാർട്ടിയെ വ്യക്തമായി വിവരം അറിയിക്കണം. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ദ പേഴ്സൺ മേക്കിംഗ് ദ റിവോക്കേഷൻ, അദ്ദേഹം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? ദ മെസ്സേജ് പുട്ട് ഇൻ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ. ഇപ്പൊ എ ആണ് ഓഫർ ക്യാൻസൽ ചെയ്യുന്നത് എങ്കിൽ എ ജനുവരി 5 ഞാൻ എൻ്റെ ഓഫർ ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്ന ലെറ്റർ പോസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. എയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. കാരണം ഇത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ അയാൾ വിവരം പോസ്റ്റലിൽ ഇട്ട് കഴിഞ്ഞു, അയാളുടെ കൺട്രോളിൽ നിന്ന് പോയി. എന്നാൽ ബി എന്ന് പറയുന്ന ആൾക്കാണ് ഈ ക്യാൻസലേഷൻ ലെറ്റർ കിട്ടേണ്ടത്. അയാൾക്ക് ജനുവരി 7 ഈ ലെറ്റർ ലഭിക്കുന്നത് എന്ന് വിചാരിക്കാം. ബിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? വെൻ ഇറ്റ് കംസ് ടു ഹിസ് നോളജ്. നമ്മുടെ ആക്സെപ്റ്റർ ആർക്കെതിരെയാണ്? അപ്പോൾ ആർക്കെതിരെ വേണമെങ്കിലും ക്യാൻസലേഷൻ വരാം. ആക്സെപ്റ്ററെ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ഓഫറർക്കാണ് ക്യാൻസലേഷൻ കിട്ടുക. അപ്പോൾ എപ്പോഴാണോ ഈ മെസ്സേജ് അവരുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോഴാണ് അവരെ സംബന്ധിച്ച് ഈ റിവോക്കേഷന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിവോക്കേഷൻ എന്ന് പറയുന്നത് ആരാണോ ക്യാൻസൽ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് അവർ ആ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, ആ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവര് ജനുവരി 5 പോസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ച് അയാളെ സംബന്ധിച്ച് ക്യാൻസലേഷൻ കിട്ടിയിട്ടില്ല. അയാൾക്ക് എപ്പോഴും ഇത് അറിയുന്നുള്ളൂ? ജനുവരി 7 അയാളുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. അല്ലാതെ വേറെ ഇൻഫോർമലായ വഴികളിലൂടെ വിവരം അറിഞ്ഞതുകൊണ്ടൊന്നും ക്യാൻസലേഷൻ അല്ലെങ്കിൽ അതിന്റെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവില്ല. റിവോക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഈ വ്യക്തിക്കെതിരെ, അതായത് രണ്ടാമത്തെ വ്യക്തി ആർക്കാണോ ഇത് നൽകുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ മെസ്സേജ് അദ്ദേഹത്തിന്റെ അറിവിലെത്തണം, അവരുടെ കയ്യിൽ ആ ലെറ്റർ എത്തണം. ഫോണിലൂടെ ആണെങ്കിൽ ആ മെസ്സേജ് അയാൾ കേൾക്കണം, ഇമെയിലിലൂടെ ആണെങ്കിൽ അയാൾക്ക് ഇമെയിൽ കിട്ടി അയാൾ അത് വായിക്കണം. അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ.
ബിസിനസ് ലോയിൽ സെക്കൻഡ് യൂണിറ്റ്, ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ലാപ്സ് ഓഫ് ആൻ ഓഫർ. എപ്പോഴാണ് ഒരു ഓഫർ ഇല്ലാതെയായി പോകുന്നത്, ആ ഓഫർ നിലവിലില്ല എന്നുള്ള അവസ്ഥ എപ്പോഴൊക്കെയാണ് വരുന്നത്? അതിലെ ഫസ്റ്റ് പോയിന്റ്, ബൈ ലാപ്സ് ഓഫ് സ്റ്റിപ്പുലേറ്റഡ് ടൈം. ഒരു ഓഫർ നൽകുന്ന സമയത്ത് നമ്മൾ അതിൽ വ്യക്തമായി ഒരു സമയപരിധി നിശ്ചയിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ആ സമയപരിധി കഴിഞ്ഞാൽ ആ ഓഫർ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓണം ഓഫറായിട്ട് സെപ്റ്റംബർ 20 വരെ എന്ന് പറഞ്ഞ് നമ്മളൊരു ഓഫർ നമ്മുടെ കടയിൽ കൊടുത്തു എന്ന് വിചാരിക്കാം. ആ സെപ്റ്റംബർ 20 കഴിഞ്ഞാൽ ആ ഓഫർ ഓട്ടോമാറ്റിക്കലി ലാപ്സ് ആയി പോകും. അപ്പോൾ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ ഓഫർ എക്സർസൈസ് ചെയ്യണം എന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ആ ഓഫർ സ്വീകരിച്ചിരിക്കണം. പിന്നീട് അതിനുള്ള ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അടുത്തതായി പറയുന്നത്, ഇപ്പോൾ ഈ ഷെയർ വാങ്ങിക്കുമ്പോഴൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ടെക്സ്റ്റിൽ അങ്ങനെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഓഫർ ലെറ്റർ, ഇപ്പോൾ ഷെയർ ഓഫർ ചെയ്യുന്നു, അതിൻ്റെ അലോട്ട്മെൻറ്റ് അറിയിക്കുന്നു, അത് പറഞ്ഞ സമയത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ നമ്മൾക്കത് എക്സൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിയമപ്രകാരം നമ്മൾക്ക് അതിനുള്ള കടമയില്ല. ദെൻ രണ്ടാമതായി പറയുന്നത്, ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദ ഓഫറർ ഓർ ഓഫറി ബിഫോർ ആക്സെപ്റ്റൻസ്. നമ്മളൊരു ഓഫർ നൽകി ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് നമ്മളുടെ ഓഫററോ അല്ലെങ്കിൽ ഓഫറിയോ, വാഗ്ദാനം ചെയ്ത ആളോ അത് സ്വീകരിക്കേണ്ട ആളോ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിശക്തി നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട, ആ ഓഫറിന് വാലിഡിറ്റി ലഭിക്കില്ല, അല്ലെങ്കിൽ അവിടെ ഒരു കോൺട്രാക്റ്റ് രൂപീകരിക്കാൻ കഴിയില്ല. കാരണം ഇംഗ്ലീഷ് ലോവിലൊക്കെ സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്, ഇപ്പോൾ ഓഫറർ മരിച്ചു, അത് ഓഫറി അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഓഫറെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാളുടെ മരിച്ച വിവരം അറിയാതെ എല്ലാ കണ്ടീഷൻസും ഫോളോ ചെയ്തുകൊണ്ട് ഓഫറി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വാലിഡ് ആക്സെപ്റ്റൻസ് ആവും. പക്ഷേ ഇന്ത്യൻ ലോവിൽ അങ്ങനെയല്ല. ഓഫറി ആണെങ്കിലും ഓഫറർ ആണെങ്കിലും മരിച്ചത്, അപ്പോൾ ഓഫറർ മരിച്ചത് ഓഫറി അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം, എന്നിട്ട് ഓഫറെ ആക്സെപ്റ്റ് ചെയ്താൽ നമ്മുടെ ഇവിടെ അത് നിലനിൽക്കില്ല. കാരണം ഓഫററുടെയോ ഓഫറിയുടെയോ മരണമോ ഇൻസാനിറ്റിയോ നമ്മളുടെ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഓഫർ ലാപ്സ് ആവാനുള്ള കാരണമാണ്. അത് ആരാണോ നൽകിയത് അദ്ദേഹം തന്നെ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ഓഫർ നിലനിൽക്കുമോ? ഇല്ല. ദെൻ മൂന്നാമതായി പറയുന്നത്, ഫെയിലിയർ ടു ഫുൾഫിൽ പ്രസിഡന്റ് കണ്ടീഷൻ ടു ആക്സെപ്റ്റൻസ്. ഒരു ഓഫർ നൽകുന്ന സമയത്ത് ഓഫറർ ആ ഓഫർ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ആ കണ്ടീഷൻ ഫോളോ ചെയ്യാൻ ഓഫറി പരാജയപ്പെടുകയാണെങ്കിൽ ആ ഓഫർ ലാപ്സ് ആവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ സ്കൂട്ടർ നമ്മുടെ ഫ്രണ്ടിന് വിറ്റു, 50,000 രൂപയ്ക്കാണ് കൊടുത്തത്. അപ്പോൾ അവരോട് പറഞ്ഞു, ഈ സ്കൂട്ടർ നീ 50,000 രൂപയ്ക്ക് എടുത്തോളൂ, പക്ഷേ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് 5,000 രൂപ അഡ്വാൻസ് ആയിട്ട് തരണം, അപ്പോഴേ ഞാനിത് നിനക്ക് തരുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓഫർ കൊടുത്തിട്ടുണ്ട്. ഓഫർ കൊടുക്കുന്ന സമയത്ത് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി എനിക്ക് സ്കൂട്ടർ വാങ്ങാൻ സമ്മതമാണെന്നൊക്കെ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, ഈ അഡ്വാൻസ് കൊണ്ടുവന്ന് തന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ആ കണ്ടീഷൻ അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പോൾ ഓഫറർക്ക് ഈ സ്കൂട്ടർ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ബാധ്യതയില്ല, ആ ഓഫർ അവിടെ ലാപ്സ് ആയി പോകും. ദെൻ അടുത്തതായി പറയുന്നത്, ബൈ റിജക്ഷൻ ബൈ ദ ഓഫറിങ്. ആർക്കാണോ നമ്മൾ ഓഫർ കൊടുത്തത് അദ്ദേഹം അത് വേണ്ട എന്ന് പറയാം, റിജക്റ്റ് ചെയ്യുക, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫർ അവിടെ കഴിഞ്ഞു. എൻ്റെ വീട് ഞാൻ നിനക്ക് 10 ലക്ഷം രൂപയ്ക്ക് തരാം. അപ്പോൾ അയാൾ പറയണ്ട, വേണ്ട വേണ്ട എനിക്ക് വേണ്ട, റിജക്റ്റ് ചെയ്തു, എനിക്ക് ആ ഓഫർ താല്പര്യമില്ല എന്ന് ഓഫറി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫർ അവിടെ അവസാനിക്കും. ദെൻ അടുത്തതായി പറയുന്നത്, when the offer is not accepted by prescribed mode. നമ്മളൊരു ഓഫർ നൽകുന്ന സമയത്ത് അത് സ്വീകരിക്കേണ്ടതിന് ഒരു രീതി കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിക്ക് തന്നെ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ആക്സെപ്റ്റൻസ് ഇമെയിലായി അറിയിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമെയിലായി തന്നെ അവർ ആ മെസ്സേജ് പാസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഓഫർ അവിടെ ലാപ്സ് ആവും. ദെൻ ബൈ കൗണ്ടർ ഓഫർ. ഓഫറിയോട് ഒരു ഓഫർ അങ്ങോട്ട് പറയും, എ ബിയോട് പറയാണ്, എൻ്റെ വീട് നിനക്ക് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് തരാം. അപ്പോൾ ബി ഇങ്ങോട്ട് ചോദിക്കുകയാണ്, എനിക്ക് 9 ലക്ഷം രൂപയ്ക്ക് തരുമോ? അപ്പോഴാണ് അവിടെ കൗണ്ടർ ഓഫർ.
അപ്പോൾ ആദ്യത്തെ ഓഫർ ഇല്ലാതെയായി. കാരണം ഈ ഓഫർ എ സ്വീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓഫറാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ കൗണ്ടർ ഓഫർ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് പ്രയർ ഓഫർ, അതായത് ആദ്യം വെച്ച ഓഫർ ലാപ്സ് ആയി പോകുന്നു. പിന്നെ അടുത്തതാണ് ബൈ റിവോക്കേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഓഫർ വേണമെങ്കിൽ ഓഫറർക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഓഫർ ക്യാൻസൽ ചെയ്തു പറഞ്ഞ് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓഫർ ലാപ്സ് ആയി പോകും. ദെൻ ലാസ്റ്റിൽ വരുന്നത് ബൈ സബ്സീക്വന്റ് ഇല്ലീഗാലിറ്റി. ഓഫർ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ സബ്ജക്റ്റ് മാറ്ററും ടേംസും ലീഗൽ ആയിരിക്കും. പിന്നീട് അത് എക്സൈസ് ചെയ്യേണ്ട സമയം വരുമ്പോഴേക്കും അവിടെ എന്തെങ്കിലും ഒരു ഇല്ലീഗാലിറ്റി വന്നു കഴിഞ്ഞാൽ ആ ഓഫർ അവിടെ ലാപ്സ് ആവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൽഹിയിലുള്ള ഒരാൾ നമ്മുടെ തൊട്ട അയൽപ്രദേശമായ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് അരി കയറ്റുമതി ചെയ്യാമെന്നൊരു നിയമം ഉണ്ടാക്കി എന്ന് വിചാരിക്കാം, ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി. ആ സമയത്ത് അത് നിയമപ്രകാരം ശരിയായിരുന്നു. കാരണം ആ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആ കരാറ് രൂപീകരിച്ചതിന് ശേഷം യുദ്ധം തുടങ്ങി എന്ന് വിചാരിക്കാം. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഒരു നിയമം പാസ്സാക്കാണ്, നമ്മൾ ഏത് രാജ്യത്തേക്കാണോ സപ്ലൈ ചെയ്യാമെന്ന് ഏറ്റിരുന്നത് ആ രാജ്യത്തേക്ക് ഇനി ഇടപാടുകൾ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഓഫർ പിന്നീട് നടത്താൻ കഴിയില്ല. അതേപോലെ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലക്കച്ചവടം തീരുമാനിച്ചു, പൈസ മുഴുവൻ 2000-ന്റെ നോട്ടുകളായി വേണമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ആ തീരുമാനിക്കുന്ന ഡേറ്റിൽ 2000-ന്റെ നോട്ട് നിരോധിച്ചിട്ടില്ല. പക്ഷേ പൈസ കിട്ടേണ്ട സമയമായപ്പോഴേക്കും ഗവൺമെൻറ് 2000-ന്റെ നോട്ട് നിരോധിച്ചു. അപ്പോൾ നമ്മൾക്ക് ആ 2000-ന്റെ നോട്ടിലൂടെ പ്രതിഫലം ലഭിക്കണമെന്നുള്ള ഓപ്ഷൻ നടപ്പിലാക്കാൻ കഴിയില്ല, ഓഫർ ലാപ്സായി പോകും. അപ്പോൾ സബ്സീക്വന്റ് ഇല്ലീഗാലിറ്റി കാരണവും ഒരു ഓഫറിന് അന്ത്യം സംഭവിക്കാറുണ്ട്. അപ്പോൾ ഓഫർ ലാപ്സ് ആയി പോകുന്നത് ഈ 8 സാഹചര്യങ്ങളിലാണ്. ഇത്രയാണ് നമ്മൾക്ക് ഈ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്, ഓഫറും ആക്സെപ്റ്റൻസ്.